നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ ഒരു 24 മണിക്കൂർ പിന്നിടുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമോ എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ചിരിച്ചത് കൂടുതലും കോൺഗ്രസ് ആണ്. CPM-ൽ വിലയിരുത്തലുണ്ടാകുന്നുണ്ട്. BJP-യിൽ വലിയ പൊട്ടിത്തെറിയും സംഭവിക്കുന്നു. കാരണം പാലക്കാട് പോലെ വലിയൊരു മണ്ഡലത്തിൽ അവരുടെ ബേസ് വോട്ടുകൾ പോലും ഒലിച്ചു പോയത് എന്തുകൊണ്ട് എന്ന ചിന്തയിലാണ് പാർട്ടി അണികളും നേതാക്കളും. കെ സുരേന്ദ്രനെതിരെ സന്ദീപ് വാചസ്പതി, BJP-യുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, BJP-യുടെ വക്താവ് രംഗത്ത് വന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു. FB പോസ്റ്റിലൂടെയാണ് പാലക്കാട്ട് കാര്യങ്ങൾ തികച്ചും വ്യക്തിപരമായിരുന്നുവെന്ന് സന്ദീപ് പറഞ്ഞു വെക്കുന്നത്. ഒപ്പം ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടരുകയാണ്. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായേക്കും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പ് വന്നിട്ടുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. സംസ്ഥാന BJP-യിൽ പൊട്ടിത്തെറി. കെ സുരേന്ദ്രനെതിരെ സന്ദീപ് വാചസ്പതി. പാലക്കാട് പ്രചാരണം തികച്ചും വ്യക്തിപരമായിരുന്നുവെന്ന് സന്ദീപ്. ഫലം വിലയിരുത്താൻ ഒരുങ്ങി മുന്നണികൾ. പെട്ടി പരസ്യ വിവാദങ്ങൾ തിരിച്ചടിച്ചുവെന്ന് CPM-ലെ ഒരു വിഭാഗം. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായേക്കും. ഘടകകക്ഷികളുമായി ആലോചിച്ച് തീരുമാനമെന്ന് ഫട്നാവിസ്. ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ. മുനമ്പത്ത് സമരം തുടരും. വഖഫിന്റെ ആസ്തി വിവര പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നത് വരെ നിരാഹാരം. ജുഡീഷ്യൽ കമ്മീഷനോട് സഹകരിക്കുമെന്നും സമരസമിതി. മുണ്ടേല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിന്റെ ആത്മഹത്യയിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. വെള്ളനാട് ശശിയുടെ നേതൃത്വത്തിൽ ബാങ്ക് തകരാൻ പോവുകയാണെന്ന് വ്യാജ പ്രചാരണം നടത്തി. വെള്ളനാട് ശശി, അതായത് മുൻ കോൺഗ്രസ് നേതാവായിരുന്ന വെള്ളനാട് ശശി ഇപ്പോൾ CPM നേതാവാണ്. അപ്പം പുള്ളിയാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിക്ഷേപകർ കൂട്ടമായി എത്തി പണം പിൻവലിച്ചതോടെ മോഹനൻ മാനസികമായി സമ്മർദ്ദത്തിലായെന്നും കുടുംബം ന്യൂസ് 18നോട് ആത്മഹത്യാക്കുറിപ്പും പുറത്തുവിട്ടു. പാർലമെന്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. വഖഫ് അടക്കമുള്ള വിവാദ ബില്ലുകൾ വന്നേക്കും. മഹാരാഷ്ട്ര ജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ ഭരണമുന്നണി. IPL താരലേലം ഇന്ന്. 577 കളിക്കാർ ലേലത്തിൽ. ശ്രേയസ് അയ്യരും ജെയ്ക്ക് ഫ്രൈസറും വെങ്കടേഷ് അയ്യരും നേട്ടമുണ്ടാക്കുമെന്ന് വിലയിരുത്തൽ. മെഗാലേലം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വൈകിട്ട് 3 മണിക്ക്. പെർത്തിൽ ജയിക്കാൻ ഇന്ത്യ. രണ്ടാം ഇന്നിംഗ്സിൽ മൊത്തം 218 റൺസ് ലീഡ്. SSC ജയ്സ്വാളും KL രാഹുലും ക്രീസിൽ. ഉപതെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ മുന്നണികൾ. പാലക്കാട്ടെ വലിയ മാർജിനിലെ തോൽവിയോടെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ പാർട്ടിയിൽ നീക്കം ശക്തം. സുരേന്ദ്രൻ തന്നെ പ്രചാരണം നയിച്ചിട്ടും പാലക്കാട്ട് വോട്ട് ചോർച്ച ഉണ്ടായത് ഗൗരവമായി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി രംഗത്തെത്തി. പ്രാദേശിക നേതൃത്വത്തിലും ഭിന്നത രൂക്ഷമാണ്. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. പാലക്കാട്ടെ പ്രചാരണ തന്ത്രം പാളിയോ എന്ന് CPM-ഉം പരിശോധിക്കുന്നുണ്ട്. ഇതിനിടെ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പുതുപ്പള്ളിയിലെത്തും. ജി ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, ഈ BJP-യിലെ പ്രശ്നങ്ങളാണ് രൂക്ഷം. കാരണം അവിടുത്തെ പ്രാദേശിക നേതൃത്വം ശിവരാജൻ അടക്കമുള്ളവർ, ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം പറഞ്ഞത് BJP-യുടെ മേൽത്തട്ട് ദുർബലമാണ്, അത് കുറച്ചുകൂടി സ്ട്രോങ് ആക്കണം എന്നാണ്. അത് സുരേന്ദ്രനെ ഉദ്ദേശിച്ചാണെന്നുള്ള കാര്യം സംശയമില്ല. ഇപ്പോൾ സന്ദീപ് വാചസ്പതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ശ്രദ്ധേയമാവുകയാണ്. പാർട്ടി അംഗങ്ങൾക്കിടയിൽ ഒരുപാട് കമന്റുകളും പിന്തുണച്ചുകൊണ്ടുള്ള ഒരുപാട് റിപ്ലൈകളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സന്ദീപ് പറഞ്ഞു വെക്കുന്നത് തികച്ചും വ്യക്തിപരമായിരുന്നു പാലക്കാട്ട് കാര്യങ്ങൾ. എന്തുകൊണ്ട് വോട്ട് ചോർച്ച ഉണ്ടായി? സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് പ്രചാരണം നയിച്ചിട്ടുമെന്നാണ്. ഇങ്ങനെ അസംതൃപ്തി വല്ലാതെ പുകയുന്ന ഒരു പാർട്ടിയായി ഈ ഫലത്തിന് ശേഷം BJP മാറിയില്ലേ?
തീർച്ചയായും മാറിയിട്ടുണ്ട് രഞ്ജിത്ത്. അത് വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഈ സംസ്ഥാന നേതാക്കൾക്കെതിരെ മാത്രമല്ല, പ്രാദേശിക നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന പാലക്കാട് നിയമസഭയിൽ, പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട് പ്രാദേശിക നേതൃത്വത്തിനിടയിലും വലിയ അതൃപ്തിയും അസ്വാരസ്യങ്ങളും ഒക്കെയുണ്ട്. നേരത്തെ തന്നെ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച ആളാണ് N. ശിവരാജൻ. അദ്ദേഹം C. കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനോടായിരുന്നില്ല അദ്ദേഹത്തിന് താല്പര്യം. പക്ഷേ പാർട്ടി തീരുമാനിച്ചതുകൊണ്ട് അംഗീകരിക്കുന്നു എന്ന നിലയിലായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വന്നത്. എന്തായാലും ഇതെല്ലാം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ വലിയൊരു തോൽവി കൂടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായി ഉണ്ടാകുന്ന വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ തന്നെ ഉയർന്നു വരുന്നു. സന്ദീപ് വാചസ്പതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചേലക്കരയുടെ നേട്ടം ഉയർത്തി കാണിക്കുന്നു. ചേലക്കരയിൽ 10,000-ഓളം വോട്ട് കൂടിയ സാഹചര്യം. പക്ഷേ പാലക്കാട് സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേതൃത്വം നൽകിയിട്ടും ഇവിടെ ക്യാമ്പ് ചെയ്തുള്ള പ്രവർത്തനമാണ് സുരേന്ദ്രൻ നടത്തിയത്. എന്നിട്ടും വോട്ട് താഴേക്ക് പോയി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, അത് പരിശോധിക്കേണ്ടതാണ് എന്ന ആവശ്യം. സാധാരണ അങ്ങനെ BJP നേതാക്കൾ അത് പരിശോധിക്കണം എന്നൊന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടാറില്ല. പക്ഷേ സന്ദീപ് അങ്ങനെ ഇടുന്നു എന്നുള്ളത് കൃത്യമായ പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടിട്ടുള്ള ഭിന്നതയുടെ ഒരു പുറത്തു വന്ന രൂപമായിട്ട് വേണം കണക്കാക്കാൻ. എന്തായാലും B. ഗോപാലകൃഷ്ണനെ പോലുള്ള നേതാക്കളും അഭിപ്രായപ്പെടുന്നുണ്ട് ഇതിങ്ങനെ പോയാൽ പോരാ, തൊലിപ്പുറത്തെ ചികിത്സ പോരാ എന്നൊക്കെയുള്ള അഭിപ്രായവുമായി രംഗത്ത് വരുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് ഇവിടെ നേരിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJPയുടെ പല ശക്തി കേന്ദ്രങ്ങൾ, അതായത് പഴയ ശക്തി കേന്ദ്രങ്ങളല്ല, മൂത്താന്തറയും വടക്കന്തറയും പോലുള്ള മേഖലകളല്ല, അതിനപ്പുറത്തേക്ക് പുതുതായി രൂപപ്പെട്ടു വന്ന, അതായത് ഈ നഗരസഭ പിടിക്കുന്നതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന പല വാർഡുകളുമുണ്ട്. ആ വാർഡുകളിൽ പലയിടത്തും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അത് പരിശോധിക്കുമെന്നാണ് K. സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. അത് വെറും പരിശോധനയല്ല, ഞങ്ങൾക്കിത് ചെറുതായി പരിശോധിച്ചാൽ പോരാ, കാര്യമായി തന്നെ പരിശോധിക്കും എന്ന് ഇന്നലെ K. സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അവിടെ ഉണ്ടായ പ്രശ്നം, അതുകൊണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്, ആത്മപരിശോധന നടത്തും എന്ന് തന്നെയാണ് സുരേന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും സുരേന്ദ്രനെതിരെ, പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും സുരേന്ദ്രനെതിരെ വാളുകൾ ഉയർന്നതാണ്. അന്ന് സുരേന്ദ്രനെ മാറ്റണം എന്ന ആവശ്യം ഉയർന്നതാണ്. പക്ഷേ സുരേന്ദ്രനൊപ്പം നിൽക്കുകയായിരുന്നു കേന്ദ്ര നേതൃത്വം ചെയ്തത്. അതിൻ്റെ ഭാഗമായി പിന്നീട് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം നേട്ടമുണ്ടായതായും അവർ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ അവിശ്വസിക്കാൻ ഇനിയും ഈ നേതൃത്വം തയ്യാറാകുമോ, കേന്ദ്ര നേതൃത്വം തയ്യാറാകുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണണം. പ്രത്യേകിച്ച് സുരേന്ദ്രനെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ഇവിടെ RSS ഉൾപ്പെടെ പ്രചരണത്തിൽ നേതൃത്വം കൊടുത്തൊരു തെരഞ്ഞെടുപ്പാണ്. കേവലം സുരേന്ദ്രനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് മറ്റ് ലക്ഷ്യങ്ങൾ കൊണ്ടാണോ എന്ന് ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം വിലയിരുത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. മാത്രവുമല്ല, ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ BJPക്ക് എല്ലായിടത്തും ഏതാണ്ട് വോട്ട് കുറയുന്ന രീതിയാണ്. പക്ഷേ ചേലക്കരയിലും അരുവിക്കരയിൽ O. രാജഗോപാലും ഒക്കെ വോട്ട് കൂട്ടിയിട്ടുണ്ട്. മറ്റ് പല പ്രമുഖർ നിന്നപ്പോഴും തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും എല്ലാം വോട്ട് കുറയുന്ന രീതിയാണ് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമായി കേന്ദ്ര നേതൃത്വം വിലയിരുത്തുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണണം. തീർച്ചയായും RSSൻ്റെ കൂടി ഒരു അഭിപ്രായം കേട്ട ശേഷം, കാരണം അവരും ഇവിടെ താഴെ തട്ടിൽ പ്രവർത്തിച്ചവരാണ്, അങ്ങനെ പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിയ ശേഷമായിരിക്കും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകുക. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ താഴെ തട്ടിൽ എന്ത് അഴിച്ചുപണി വേണം, എങ്ങനെയൊക്കെയാണ് മാറ്റം വേണ്ടത്, എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് BJP പരിശോധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ തിരുത്തൽ വരുത്തി നഗരസഭ ഉറപ്പുവരുത്തുക, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും പാലക്കാട്ടെ BJPയിൽ ഉണ്ടാകുക. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് സന്ദീപ് വാചസ്പതി വ്യക്തമാക്കുന്നത്. ഏതായാലും അതിന് താഴെ ഒരുപാട് കമൻസ്, സന്ദീപിൻ്റെ പോസ്റ്റിന് താഴെ ധാരാളം കമൻസ് BJP പ്രവർത്തകരായുള്ളവർ, BJP അനുഭാവികളുടെ അനവധി കമൻറ്റുകൾ വന്നു പോകുന്നുണ്ട്. അതിലെല്ലാം സംസ്ഥാന അധ്യക്ഷനെതിരെയുള്ള അതിരൂക്ഷ വിമർശനമാണ്. നമുക്ക് അത് പറഞ്ഞു വെക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങളൊക്കെ എന്താണ് കേരളത്തിൽ സന്ദീപ് അങ്ങയോടും BJPയുടെ എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഞങ്ങൾക്ക് ഈ പരാജയത്തിൽ വിഷമമില്ല, ഇതൊരു നിമിത്തമായി മാറുമെന്ന കാര്യത്തിലാണ് ആദ്യമായി സംസ്ഥാന അധ്യക്ഷനെ പറഞ്ഞു മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞ ഈ പോസ്റ്റിന് താഴെ ഏതാണ്ട് ഒരു 4,000-ഓളം, ഏതാണ്ട് ഒരു 1,000-ഓളം കമൻറ്റുകൾ തന്നെ വന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വല്ലാതെ ചർച്ചയാകുന്നുണ്ട് ഈ വിഷയം. ശ്രീജിത്ത്, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം നേരത്തെ BJPയിൽ അസംതൃപ്തി പുകഞ്ഞ പശ്ചാത്തലമുണ്ടായിരുന്നു പല കാര്യങ്ങളിലും. കാരണം സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ആളുകളെ മാത്രം കൂടെ നിർത്തുന്നു, മുതിർന്ന നേതാക്കളെ പോലും പല വിഷയങ്ങളും അകറ്റി നിർത്തുന്നു എന്ന ആക്ഷേപം പറയാതെ പറഞ്ഞ പല BJP നേതാക്കളുമുണ്ട്. ഒപ്പം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രനെ അടക്കം അവിടെ പരിഗണിച്ചിരുന്നു. ശോഭ അവിടെ വല്ലാതെ വോട്ടെണ്ണം വർദ്ധിപ്പിച്ച ഒരാളാണ്.
അവിടെയാണ് കൃഷ്ണകുമാറിനെ അവതരിപ്പിക്കുന്നതും കൃഷ്ണകുമാറിന് അവിടെ പ്രാദേശികമായി ഉണ്ടായിരുന്ന നിരവധി എതിർപ്പുകൾ അവഗണിച്ചും വലിയ വിശ്വാസത്തിൽ കൃഷ്ണകുമാറിന് എടുക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഈ പുറത്തു വരുന്ന അസംതൃപ്തി നേരത്തെ ഉണ്ടായിരുന്ന ചില വിഷയങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ചില ഒതുക്കലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങൾ അതിപ്പോൾ തുറന്നു പറയാൻ പറ്റിയൊരു വേദിയായി ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ നേതാക്കൾ കണ്ടേക്കാം. തീർച്ചയായും അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ BJP-യിൽ അത്രത്തോളം തുറന്നു പറയുന്ന ഒരു രീതിയില്ല. പ്രത്യേകിച്ച് ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയിൽ ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ പല രാഷ്ട്രീയ നീക്കങ്ങളും കണ്ടേക്കാം. പ്രത്യേകിച്ച് പുനഃസംഘടന നടക്കുന്ന സമയമാണ്. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്ന പലരും ഉണ്ട്. അങ്ങനെയുള്ള പല നീക്കങ്ങൾക്കുമുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പാർട്ടി വേദികളിലും ഒരുപക്ഷെ വിമർശനങ്ങൾ ഉണ്ടായേക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJP-യിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം എന്നുള്ളത് അത് കാലങ്ങളായി വരുന്നതാണ്. അതിൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുണ്ട്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നിൽക്കുമ്പോൾ എതിർ ഗ്രൂപ്പിലുള്ളവർ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുക എന്നുള്ളത് സ്വാഭാവികമായി പല കാലങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. അത് സുരേന്ദ്രനെതിരെ മാത്രം ഉള്ളതല്ല. അതിനു മുൻപ് വി മുരളീധരനോ അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തരും പ്രസിഡന്റായി വരുന്ന കാലത്തൊക്കെയും ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു റിയാലിറ്റിയായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമുള്ള ഈ വിമർശനങ്ങളും എടുത്ത് കാണേണ്ടത്. ഈ ഒതുക്കൽ രാഷ്ട്രീയം BJP-യിൽ ഉണ്ട് എന്നുള്ളത് കേവലം ഏതെങ്കിലും ഒരാൾക്കെതിരെ കെ സുരേന്ദ്രൻ മാത്രം അങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. കഴിഞ്ഞ കാല BJP-യുടെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന ഓരോരുത്തർക്കെതിരെയും അത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും ഇതിലെല്ലാം സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞത് സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചത് തങ്ങളല്ല, അത് കേന്ദ്ര നേതൃത്വമാണ്. ഇവിടെ വന്ന മുഴുവൻ പട്ടികയും കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളത്. ഒന്ന് പാലക്കാട്ടെ BJP-യുടെ സ്ട്രാറ്റജി അത് വിജയം കണ്ടില്ല എന്ന് തന്നെയാണ് BJP നേതൃത്വം വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് C. കൃഷ്ണകുമാറിനെ പോലെ ഒരാളെ അത്രത്തോളം ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ അല്ലെങ്കിൽ സുരേന്ദ്രനെ പോലെയുള്ള ഒരു ഹൈ പ്രൊഫൈൽ ആൾ വരുന്നതിനും താഴെ നിൽക്കുന്ന ഒരാളെ കൊണ്ടെന്നാൽ ഇവിടെ ഒരു ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാകില്ല എന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. പക്ഷേ തുടക്കം മുതൽ C. കൃഷ്ണകുമാറിൻ്റെ പ്രാദേശിക തലത്തിലുള്ള ബന്ധം ഉൾപ്പെടെ മാധ്യമങ്ങൾ വാർത്തയാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രാഫ്, അദ്ദേഹം ഓരോ തെരഞ്ഞെടുപ്പിലും കൂടുതൽ വോട്ട് നേടുന്ന ആളാണ് എന്ന ഗ്രാഫ് അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ C. കൃഷ്ണകുമാർ ജയിച്ചേക്കുമെന്ന പ്രതീതി മാധ്യമങ്ങൾ വഴി ഉണ്ടായിരുന്നു. ആ പ്രതീതി ഉണ്ടായതോടുകൂടി തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുന്നതിനിവിടെ കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ തവണ E. ശ്രീധരനെതിരെ കേവലം 6000 വോട്ടിൻ്റെ ലീഡാണ് പിരായിരി ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് 8000-ലേക്ക് കുതിച്ചു മാറുന്ന കാഴ്ച ഉണ്ടായിരുന്നു. മാത്രമല്ല ഭരണവിരുദ്ധ വികാരം അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വരുന്നു. ഷാഫി പറമ്പലിൻ്റെ തുടർച്ചക്കാരൻ എന്ന നിലയിലുള്ള അംഗീകാരം വരുന്നു. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇവിടെയുണ്ട്. മാത്രമല്ല അങ്ങനെ വന്നപ്പോൾ ഇതൊരു പൂർണ്ണമായും അതിൻ്റെ ഗുണം, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഗുണം BJP-യിലേക്ക് എത്താതെ അത് പോയി എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. അത് കോൺഗ്രസിലേക്ക് പോയി. അങ്ങനെയാണ് അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് പറയുമ്പോൾ ഇതുവരെ ഷാഫി പറമ്പലിന് പോലും കിട്ടാത്ത ഭൂരിപക്ഷമാണ്, ചരിത്ര ഭൂരിപക്ഷമാണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അതൊരു രാഹുൽ അനുകൂല തരംഗമായി മാറി എന്ന് തന്നെയാണ് BJP വിലയിരുത്തുന്നത്. ശരി, ശ്രീത്താണ് വിവരങ്ങൾ പങ്കു. ശ്രീത്ത്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ CPM-ലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ്. CPM-ൽ നമുക്കറിയാം പെട്ടി വിവാദവും പരസ്യ വിവാദവും ഒക്കെ ഒരുപാട് ചർച്ചയാക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഇതൊക്കെ നമുക്കറിയാം എങ്ങനെ ജനം കണ്ടു എന്നതും അത് ഏത് തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുണകരമായി എന്നുള്ളതും. നമുക്കറിയാം പുതിയൊരു സംവിധാനമാണ്. പാലക്കാട്ടെ BJP-യുടെ MP രാജേഷിനെ പോലെയുള്ള അവിടുത്തെ നേതാക്കളാണ് നിയന്ത്രിച്ചിരുന്നത്. CPM നേതാക്കൾ നിയന്ത്രിച്ചിരുന്നത്. അവിടുത്തെ എല്ലാ പ്രചരണ കാര്യങ്ങളും AK ബാലന്റെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു. അതും CPM-ൽ വല്ലാതെ വിലയിരുത്തലിന് കാരണമാകും. ഈ തിരിച്ചടിച്ച വിവാദങ്ങൾ അല്ലെങ്കിൽ അവരുണ്ടാക്കി വെച്ച പ്രചരണ തന്ത്രങ്ങൾ അതൊക്കെ പിഴച്ചത് പാലക്കാട്ട് CPM-ന് ചെറിയ ഡാമേജ് അല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായും CPM-ന് ഡാമേജ് ഉണ്ട്, വിവാദങ്ങൾ പൊളിഞ്ഞതിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് പെട്ടി വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് NN കൃഷ്ണദാസ് തുടങ്ങി വെച്ച ചില നീക്കങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ, ഇതെല്ലാം വലിയ ചർച്ചയായിരുന്നു. അത് നേതൃത്വത്തിനെതിരെ ഉയർന്നു വരും ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ചകളില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൃഷ്ണദാസിനെതിരെയും നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ നീക്കങ്ങളുടെ എല്ലാം മുനയടിക്കുന്നത് ഒരു പരിധിവരെ സരിൻ എന്ന സ്ഥാനാർത്ഥിക്ക് ഏതാണ്ട്
1000-ലധികം 1500-ഓളം വോട്ടുകൾ അധികമായി ലഭിച്ചതാണ്. ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് ജനങ്ങൾക്ക് മുന്നിൽ പറയാൻ ഇന്നലെ മുഖ്യമന്ത്രി വരെ തയ്യാറായത് പാലക്കാട്ടെയും ചേലക്കരയിലെയും ഈ ഫലങ്ങളാണ്. ചേലക്കരയിലെ തോൽവി ജയം ഉണ്ട് എന്നുള്ളത് അവർക്ക് വലിയ ആശ്വാസമാണ്. അതും 10,000-ന് മുകളിൽ ഭൂരിപക്ഷം ഈ ഘട്ടത്തിൽ. പാലക്കാട് 1500 വോട്ട് കൂടി എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ പ്രചരണങ്ങളും വിവാദങ്ങളും നിൽക്കുന്ന സമയത്ത് വോട്ട് കൂടിയതുകൊണ്ട് തന്നെ അവർക്കൊരു വലിയ ആശ്വാസമാണ്. മാത്രമല്ല CPM നേതാക്കളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നത് 36,000 ഒരു ബേസ് വോട്ട്. അതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ ഇളകി എന്ന് തന്നെ വിലയിരുത്തണം. അതായിരുന്നു നേതാക്കൾ നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നത്. എന്തായാലും അതിലേക്ക് എത്തിയില്ല എന്നുള്ള ആശ്വാസം അത് ചെറുതല്ല, അത് വളരെ വലുതാണ്. പ്രത്യേകിച്ചൊരു ത്രികോണ മത്സരം നടത്തുമ്പോൾ അതിശക്തമായ 1 മാസം നീണ്ട വലിയ പോര് നടക്കുമ്പോൾ അത് ഒരു ഗുണമായി. അതേസമയം തന്നെ നേരത്തെ പറഞ്ഞ പോലെ NN കൃഷ്ണദാസിനെ പോലെയുള്ളവരുടെ പരാമർശങ്ങൾ, പ്രതികരണങ്ങൾ, നീക്കങ്ങൾ, പെട്ടി വിവാദം, അതിൽ MP രാജേഷ് ഉൾപ്പെടെ നടത്തിയ രാഷ്ട്രീയമായ ഇടപെടലുകൾ, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. ഇത് പാലക്കാട്ടെ CPM-ലും ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രഞ്ജിത്ത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള റിസൾട്ട് വന്നതിന് ശേഷമുള്ള വിലയിരുത്തലുകളിലാണ് മുന്നണികൾ. പാലക്കാട്ട് വീണ്ടും 3ാം സ്ഥാനത്തായതിന്റെ നാണക്കേടിലാണ് ഇടതുമുന്നണി. ചേലക്കര മണ്ഡലത്തിൽ വീണ്ടും ജയിച്ചുവെങ്കിലും ഭൂരിപക്ഷം 3-1 ഇടിഞ്ഞു. വയനാട്ടിലും വോട്ട് കുറഞ്ഞു. പിണറായി സർക്കാരിനെതിരെ ജനവികാരമുണ്ടായോ എന്നതായിരിക്കും ഇനിയുള്ള ചർച്ച. ജയപരാജയങ്ങൾ മാത്രം നോക്കിയാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തനി ആവർത്തനമാണ് ഇത്തവണത്തേത്. വയനാട് ലോക്സഭയിലെ ജനവിധിയും പഴയതു തന്നെ. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് വാദിക്കാൻ പിണറായി സർക്കാരിന് ഇത് മതി. ഞാനിപ്പോൾ പറയുന്നത് ഗവൺമെന്റ് വിരുദ്ധ വികാരമോ ഗവൺമെന്റിനെതിരായ വിലയിരുത്തലോ ആകാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും സാധിക്കുന്നതല്ല. പക്ഷേ സൂക്ഷ്മ വിശകലനത്തിൽ ചിത്രം കുറച്ച് വ്യത്യസ്തമാണ്. ആഞ്ഞു പിടിച്ചിട്ടും 3ാം സ്ഥാനമെന്ന നാണക്കേട് പാലക്കാട് മാറിയില്ല. ഡോക്ടർ സരിനിലൂടെ ഭരിക്കുന്ന മുന്നണിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 860 വോട്ടേ അധികം നേടാനായുള്ളൂ. സന്ദീപ് വാര്യർക്കെതിരെ പരസ്യം കൊടുത്തിട്ടൊന്നും മുസ്ലിം വോട്ടുകൾ ഇളകിയതുമില്ല. SDP-യും ജമാഅത്തെ ഇസ്ലാമിയും മറുപക്ഷത്തേക്ക് ചാഞ്ഞതാണ് കാരണമെന്നൊക്കെ വെറുതെ പറയാമെന്ന് മാത്രം. ആകെയുള്ള ആശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് കാരണമായത് ഇടതു വോട്ടല്ല, BJP വോട്ടിലെ ചോർച്ചയാണ് എന്നതാണ്. ആര് ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലാതിരുന്ന വയനാട്ടിൽ 4% വോട്ടിൻ്റെ ഇടിവാണ് ഇടതുമുന്നണിക്കുണ്ടായിരിക്കുന്നത്. ഇതിനിടെ ചേലക്കരയിലെ 12,000-ലധികം വോട്ടിൻ്റെ വിജയമാണ് ഇടതുമുന്നണിക്ക് ശരിക്കുള്ള പിടിവള്ളി. കഴിഞ്ഞ തവണത്തേക്കാൾ ഇത് 27,199 വോട്ട് കുറവാണ് എന്നത് വേറെ കാര്യം. ഇടതു കോട്ടയിൽ നിന്ന് ഇത്രയും വോട്ടുകൾ ചോർന്നുപോയത് ഭരണവിരുദ്ധ വികാരമാണെന്ന് പ്രതിപക്ഷത്തിന് വാദിക്കാം. അപ്പോഴും 12,000-ന് മുകളിലുള്ള UR പ്രദീപിൻ്റെ ഭൂരിപക്ഷം ആധികാരികമാണെന്ന് ഭരണപക്ഷത്തിനും തർക്കിക്കാം. ഇതിനിടെ ഭരണവിരുദ്ധ വികാരമൊന്നും വോട്ടായില്ലെന്ന് വെടിപൊട്ടിച്ച് K. മുരളീധരൻ പിണറായി സർക്കാരിനെ സഹായിച്ചിട്ടുമുണ്ട്. ഭരണവിരുദ്ധ വികാരം എപ്പോഴും വോട്ടായി മാറണമെന്നില്ല എന്നൊരു സൂചന കൂടെ ചേലക്കര ഞങ്ങൾക്ക് നൽകുന്നു. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് CPM അവകാശപ്പെടുന്നത്. അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഞങ്ങൾക്ക് അതാണ് സന്തോഷം. അങ്ങനെ തന്നെ നിങ്ങൾ വിചാരിക്കുക. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. ന്യൂസ് ഡെസ്ക്, News 18. പാലക്കാട്ടെ വൻ വിജയം UDF ക്യാമ്പിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ചേലക്കരയിൽ വിജയിച്ചില്ലെങ്കിലും മുന്നണിയുടെ കെട്ടുറപ്പും ചടുലമായ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ആസൂത്രണവും ഫലം കണ്ടുവെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നതിനിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം VD സതീശന് വ്യക്തിപരമായും നേട്ടമാണ്. പാലക്കാട് വിജയത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. വിജയിച്ചെന്ന് മാത്രമല്ല, വൻ ഭൂരിപക്ഷം. തോൽവിയെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ VD സതീശന്റെ നേതൃസ്ഥാനത്തിന് പോലും ഇളക്കം തട്ടുമായിരുന്നു. സതീശനും ഷാഫിയും രാഹുലും ചേർന്ന പുതിയ അച്ചുതണ്ടിനെതിരെ വാളോങ്ങിയിരുന്നവർക്ക് തൽക്കാലം നിശബ്ദരാകേണ്ടി വരും. വരത്തൻ സ്ഥാനാർത്ഥിയെന്ന വിമർശനത്തിന് ബാലറ്റിലൂടെ തന്നെ രാഹുൽ മാങ്കൂട്ടം മറുപടി കണ്ടെത്തി. ഫലത്തിൽ ചേലക്കരയിലെ പരാജയത്തിന് മറയിടാൻ പാലക്കാട്ടെ വലിയ ഭൂരിപക്ഷത്തിന് കഴിയും. നേരിട്ട പ്രതികൂല ഘടകങ്ങളെയെല്ലാം മറികടന്നാണ് പാലക്കാട്ടെ വിജയം. P. സരിന്റെ കൂറുമാറ്റവും കള്ളപ്പണ ആരോപണവും ഇരട്ട വോട്ട് വിവാദവും അടക്കം അതിജീവിച്ചു. ഒരു പരിധിവരെ ഈ വിവാദങ്ങളെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റിയെന്നതാണ് മുന്നണി നേതൃത്വത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ വിജയം. പാലക്കാടും വയനാടും നല്ല വിജയവും ചേലക്കരയിൽ വലിയ പെർഫോമൻസും നടത്താൻ കഴിഞ്ഞത്
ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും കൂട്ടായ ഒരു ടീം വർക്കിൻ്റെ ഫലമാണ്. ഞാൻ ആ ടീം വർക്കിന് ഈ വിജയം സമർപ്പിക്കുക. കോൺഗ്രസിന്റെ പതിവ് ശൈലിയല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ കണ്ടത്. മിനിറ്റുകൾക്കകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം, മുന്നണിയുടെ ഒന്നിച്ചുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, തെരഞ്ഞെടുപ്പ് ഫണ്ട് കണ്ടെത്തുന്നതിൽ വരെ ഈ ആസൂത്രണം പ്രകടമായി. ഒടുവിൽ വോട്ടെടുപ്പിനടുത്ത ദിവസങ്ങളിൽ സന്ദീപ് വാര്യരെ കൂറുമാറ്റി കോൺഗ്രസിന്റെ വമ്പൻ സസ്പെൻസ്. പരാജയപ്പെട്ടെങ്കിലും ചേലക്കരയെന്ന ഇടതുകോട്ട പിടിക്കാൻ വലിയ സന്നാഹമാണ് കോൺഗ്രസ് ഒരുക്കിയത്. മുന്നണി സംവിധാനത്തെ പരമാവധി പ്രയോജനപ്പെടുത്തിയുള്ള പ്രചരണം തോൽവിയെങ്കിലും ഭാവിയിൽ നേട്ടമുണ്ടാക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വി ഡി സതീശനായിരുന്നു മുഖ്യ ആസൂത്രകൻ. പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിലും മുന്നണിയിലും കൂടുതൽ കരുത്തനാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യത്തിന് സതീശൻ എന്ന ഉത്തരത്തിനൊപ്പം നിൽക്കാൻ ആളുകൂടും. മാസങ്ങൾക്കപ്പുറം നടക്കേണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കലാണ് ഇനി അടുത്ത വെല്ലുവിളി. മുന്നണി നേതൃത്വം കാട്ടുന്ന ആർജവത്തിനൊപ്പം പാർട്ടി എത്തുന്നില്ലെന്ന വിമർശനമായിരിക്കും ഇനി ഉയരുക. ഫലത്തിൽ വി ഡി സതീശന് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തിപരമായ നേട്ടം കൂടിയാവുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. നമുക്കിനി ദേശീയ രാഷ്ട്രീയത്തിലേക്കൊന്ന് പോകണം. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇന്നലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിരുന്നു. ഇവിടെ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് മുന്നണികൾ കടക്കുകയാണ്. മഹാരാഷ്ട്രയിൽ BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത. ശിവസേന, NCP എന്നീ സഖ്യകക്ഷികളുമായി കൂടിയാലോചിച്ചാകും തീരുമാനം. ജാർഖണ്ഡിൽ JMM നേതാവ് ഹേമന്ത് സോറൻ തന്നെ മുഖ്യമന്ത്രിയാകും. മന്ത്രിസഭാ രൂപീകരണത്തിന് മുൻപ് ഇന്ത്യ സഖ്യ നേതാക്കളെ സോറൻ കാണും. രാകേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, മഹാരാഷ്ട്രയിലാണ് മഹാവിജയം മഹായുതി സഖ്യത്തിൽ ലഭിക്കുന്നത്. ഒരിക്കൽ പോലും അവർ പോലും പ്രതീക്ഷിക്കാത്ത എക്സിറ്റ് പോളുകൾ പോലും കവച്ചുവെക്കുന്ന റിസൾട്ടാകുന്നു. അവിടെ സംശയമില്ലല്ലോ, BJPക്ക് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുകയും ഫട്നാവിസ് ആ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യും. അതേ രഞ്ജിത്ത്, മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും അധികാര തുടർച്ച എന്നതിനൊപ്പം തന്നെ വമ്പൻ ജയം രണ്ട് മുന്നണികൾക്കും ഉണ്ടായിരിക്കുന്നെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഹാരാഷ്ട്രയിൽ ഏതാണ്ട് 4-3 ഭൂരിപക്ഷത്തോടു കൂടിയാണ് NDA മഹായുതി സഖ്യം അധികാരം നിലനിർത്തുന്നത്. അതിൽ തന്നെ BJPയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ്. കാരണം 234 മഹായുതി സഖ്യം NDA സഖ്യം നേടിയ മൊത്തം സീറ്റുകളെങ്കിൽ അതിൽ 132 സീറ്റുകൾ നേടാൻ BJPക്ക് സാധിച്ചു. അവരുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ 89% അവരുടെ സ്ട്രൈക്ക് റേറ്റ് എന്നതുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. രഞ്ജിത്ത് ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകാൻ തന്നെയാണ് സാധ്യത. കാരണം അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. 145 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. BJPക്ക് ഒറ്റയ്ക്ക് 132 ഉണ്ട്. അങ്ങനെ ഫട്നാവിസ് എന്ന പേരിലേക്ക് BJP നേതൃത്വം എത്തിച്ചേരുകയാണെങ്കിൽ മൂന്നാം തവണയും ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാകും. 5 വർഷം 2014 മുതൽ 19 വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ 2019 പിന്നീട് അദ്ദേഹത്തിന് 5 ദിവസം മാത്രമാണ് മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കാൻ സാധിച്ചത്. പക്ഷേ BJPയിലെ തന്നെ ഒരു വിഭാഗം ഏക്നാഥ് ഷിൻഡെ തന്നെ തുടരട്ടെ എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഷിൻഡെയെ വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർ പോയത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വിജയം നേടുന്ന ഘട്ടത്തിൽ ഷിൻഡെയെ മാറ്റുന്നതിനോട് യോജിപ്പില്ല. കാരണം സഖ്യകക്ഷികൾക്ക് പ്രാധാന്യം നൽകുന്ന പാർട്ടിയാണെന്നൊരു പൊതുബോധം സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ അതിന് മാറ്റം വരുത്താൻ അങ്ങനെ ഒരു നീക്കം ഉപകരിക്കില്ല എന്ന് ഒരു വിഭാഗം വിലയിരുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ഫട്നാവിസിനെ BJP ദേശീയ അധ്യക്ഷനാക്കാനുള്ള നീക്കവും ഒരുപക്ഷെ നടത്തിയേക്കാം BJP. ആ ചർച്ചകളും ഒരു വഴിക്ക് തുടരുന്നുണ്ട്. ജാർഖണ്ഡിലേക്ക് വരികയാണെങ്കിൽ ജാർഖണ്ഡിൽ ഏതായാലും അവിടെയും സീറ്റ് നില വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം. 56 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം വിജയിച്ചിരിക്കുന്നു. 81 സീറ്റാണ് ആകെ സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഹേമന്ത് സോറൻ അവിടെ വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഹേമന്തും ഒപ്പം തന്നെ ഭാര്യ കൽപ്പനയും തന്നെയാണ് അവിടെ പ്രചാരണം നയിക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വകുപ്പുകൾ തമ്മിലുള്ള ചർച്ചകൾക്കായി ഇന്ന് റാഞ്ചിയിൽ യോഗം ചേരുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിലടക്കമെത്തി ഇന്ത്യ സഖ്യ നേതാക്കളുമായും ഹേമന്ത് സോറൻ ഏതായാലും കൂടിക്കാഴ്ച നടത്തും. BJPയുടെ വലിയ പരാജയമായി BJP അവിടെ ഏതായാലും വിലയിരുത്തുന്നത് ഗോത്ര മണ്ഡലങ്ങളിൽ ഇത്തവണയും വിജയിക്കാൻ സാധിച്ചില്ല എന്നാണ്. കാരണം 28 ഗോത്ര മണ്ഡലങ്ങളുണ്ട് സംസ്ഥാനത്ത്, ST മണ്ഡലങ്ങളുണ്ട് സംസ്ഥാനത്ത്. അതിൽ ഒറ്റ ഇടത്ത് മാത്രമാണ് BJPക്ക് വിജയിക്കാൻ സാധിച്ചത്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 28 സീറ്റ്, 28-ൽ 2 സീറ്റാണ് BJP വിജയിച്ചെങ്കിൽ അത് ഇത്തവണ 1
ഒന്നിലേക്ക് ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗോത്ര വോട്ടുകൾ ഇത്തവണയും BJPയോട് അകന്താണ് ഈ കനത്ത പരാജയത്തിന് ഇടവരുത്തിയെന്ന വിലയിരുത്തലിലേക്ക് BJP എത്തിച്ചേരുകയും ചമ്പൈ സോറൻ അവിടെ ഒരു അനുകൂല ഘടകമാവുന്നവർ പ്രതീക്ഷിച്ചിരുന്നല്ലോ ഇയാറ്, പക്ഷെ അതും സംഭവിച്ചില്ല എന്നുള്ളതാണോ? ഗോത്രമേഖലയിൽ നിന്നുള്ള ഒരാളെ കൊണ്ടുവന്നുള്ള പോരാട്ടമായിരുന്നല്ലോ അവിടെ. തീർച്ചയായും ചമ്പൈ സോറൻ വിജയിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ മറ്റിടങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ കടന്നുവരവ് ഗുണം ചെയ്തില്ല എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പോലും വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ തന്നെ അതിൻ്റെ ഒരു കൃത്യമായ ഉദാഹരണമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ 14 മണ്ഡലങ്ങളിൽ 9 ഇടത്ത് BJP വിജയിച്ചിരുന്നു. പക്ഷേ 5 ഇടത്തും ഇന്ത്യ സഖ്യം ജയിച്ചു. എന്നാൽ ഈ 5 സീറ്റുകളും ST മണ്ഡലങ്ങളാണ് എന്നതാണ് പറയേണ്ട കാര്യം. ആ മണ്ഡലങ്ങളൊക്കെ തന്നെ BJPയെ കൈവിടുകയാണ്. പ്രത്യേകിച്ച് രഘുബർദാസ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അവിടെ ചില നിയമം ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള നിയമത്തിൽ ഭേദഗതി വരുത്താനൊന്നും അത് പിന്നീട് വലിയ പ്രക്ഷോഭങ്ങളിലേക്കും വഴിവെച്ചിരുന്നു. അന്നകന്ന ഗോത്ര വോട്ടുകൾ പിന്നീട് തിരിച്ചു കൊണ്ടുവരാൻ BJPക്ക് സാധിച്ചിട്ടില്ല. അത് JMMനൊപ്പം തന്നെ അണിനിരക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്തവണത്തെയും തെരഞ്ഞെടുപ്പ് ഫലം. ഒരുപക്ഷേ BJP പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തിരിച്ചടി ഏതായാലും ജാർഖണ്ഡിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. അതുതന്നെയാണ് ഹേമന്ത് സോറന് വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് വഴി തുറന്നിരിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കായി നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികളടക്കം അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ വലിയ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്. ശരി, ER രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോൺഗ്രസ് അനുകൂല സാഹചര്യങ്ങളെ പോലും അട്ടിമറിച്ച് വിജയം സ്വന്തമാക്കുന്ന BJPയുടെ തന്ത്രമികവ് തന്നെയാണ് മഹാരാഷ്ട്രയിലും വിജയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്താൻ BJP തയ്യാറായി. എന്നാൽ ഹരിയാന തോൽവിയിൽ പഠിക്കാനോ തിരുത്താനോ തയ്യാറാകാതെ പതിവ് ശൈലി പിന്തുടർന്ന കോൺഗ്രസിനേറ്റത് കനത്ത തോൽവിയാണ്. മഹാരാഷ്ട്രയിൽ മഹായുതിയെ അട്ടിമറി വിജയത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ പലതാണ്. 1. കുറഞ്ഞ വരുമാനക്കാരായ സ്ത്രീകൾക്ക് മാസം 1500 രൂപ നൽകുന്ന ലാഡ്ലി ബെഹിൻ പദ്ധതി. 2.21 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണമെത്തിയത് സ്ത്രീ വോട്ടുകൾ മഹായുതിക്ക് അനുകൂലമാക്കി. 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള 1500 രൂപ പെൻഷൻ പദ്ധതി മുതിർന്ന പൗരന്മാരുടെ വോട്ടുറപ്പാക്കി. 2. ഹിന്ദു വോട്ട് ഏകീകരണം. ജാതി സെൻസസ് മുതൽ പിന്നാക്ക മുസ്ലിം സംവരണം വരെയുള്ള കോൺഗ്രസ് നീക്കങ്ങളെ ഹിന്ദു ഏകീകരണ മുദ്രാവാക്യമുയർത്തി നേരിട്ടു. 3. ഹരിയാന തന്ത്രം മഹാരാഷ്ട്രയിലും. മറാത്ത വോട്ട് ബാങ്ക് മഹാവികാസ് അഘാഡിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത OBC വോട്ട് ബാങ്കിലൂടെ മറികടന്നു. മഹാവികാസ് അഘാഡിയുടെ മറാത്ത സംവരണവാദത്തെ OBC സംവരണം അട്ടിമറിക്കാനുള്ള വഴിയായി ചിത്രീകരിച്ചു. ഹം ഏക് ഹേ തോ സേഫ് ഹേ മുദ്രാവാക്യം പ്രധാനമന്ത്രി തന്നെ ആവർത്തിച്ചുയർത്തി. 4. ലോക്സഭാ തെരഞ്ഞെടുപ്പിലകന്ന കർഷകരെ മടക്കിയെത്തിക്കാനായി. ഉള്ളിവില കൂടിയപ്പോൾ അതിനെ വിലക്കയറ്റമായി മഹാവികാസ് അഘാഡി കണ്ടപ്പോൾ അതിലൂടെ ഉള്ളി കർഷകരുടെ വോട്ടുറപ്പിക്കുകയാണ് BJP ചെയ്തത്. കാർഷിക വായ്പകൾ എഴുതി തള്ളുന്നടക്കം വാഗ്ദാനങ്ങളിൽ ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പമായിരുന്നെങ്കിലും താഴെ തട്ടിലെത്തിയത് മഹായുതിയുടെ വാഗ്ദാനങ്ങളാണ്. മുസ്ലിം വിഭാഗം നിർണായകമായ മേഖലകളിലടക്കം വിജയിക്കാനുമായി. 5. നിരന്തര റെയ്ഡുകളിലൂടെ എതിരാളികളുടെ പണമൊഴുക്ക് തടഞ്ഞു. തെരഞ്ഞെടുപ്പിൽ പണം വരുന്ന വഴികളെല്ലാം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് തടഞ്ഞു. പ്രതിപക്ഷത്തിന് ഫണ്ട് നൽകുന്ന വ്യവസായികളെ അടക്കം പൂട്ടി. ഒരു ഭാഗത്ത് BJP വലിയ തോതിൽ പണമിറക്കി കളിച്ചപ്പോൾ കയ്യിലുള്ള പണം പോലും ചിലവഴിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എതിരാളികളെ കൊണ്ടെത്തിച്ചു. 6. അഴിമതിക്കെതിരെ വികസനം. ഏക്നാഥ് ഷിൻഡെ സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളെ വമ്പൻ വികസന പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിരോധിച്ചത്. അടൽ സേതു, മെട്രോ 3, സമൃദ്ധി എക്സ്പ്രസ് പാത, തീരദേശ റോഡ് തുടങ്ങി നേരിട്ട് കാണാൻ കഴിയുന്ന വമ്പൻ വികസന പദ്ധതികളെ വോട്ടാക്കി മാറ്റാനായി. 7. മറാത്ത ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി നൽകണമെന്ന ദീർഘകാല ആവശ്യം അംഗീകരിച്ചതു മുതൽ രാജ് താക്കറെയുടെ MNS, പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഘാഡി അടക്കമുള്ള ചെറു പാർട്ടികളുമായും ഗ്രൂപ്പുകളുമായും മുന്നണിക്ക് പുറത്ത് തന്ത്രപരമായ ധാരണയുണ്ടാക്കി. 8. തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതല RSS ഏറ്റെടുക്കുക കൂടി ചെയ്തതോടെ മഹായുതിയുടെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തിക്കാനായി. എതിരാളികൾക്ക് അനുകൂലമായ ജനവികാരത്തെ 6 മാസം കൊണ്ട് അട്ടിമറിക്കാനാവുമെന്ന് തെളിയിക്കുന്നതുകൂടിയാണ്
മഹാരാഷ്ട്രയിലെ മഹായുതിയുടെ ഏകപക്ഷീയ ജയം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. പാർട്ടിയുടെ പേരും ചിഹ്നവും കൊടിയും കിട്ടിയ പാർട്ടികൾ തന്നെയാണ് യഥാർത്ഥ ശിവസേനയെന്നും NCP എന്നും തെളിയിക്കുന്നതായിരുന്നു മഹാരാഷ്ട്ര ഫലം. ശിവസേനയും NCPയും പിളർന്ന ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും കരുത്ത് തെളിയിച്ചു. മഹാരാഷ്ട്രയിൽ നിലനിൽപ്പിനുള്ള പോര് BJPയും കോൺഗ്രസും തമ്മിലായിരുന്നില്ല. ശിവസേനയിലെയും NCPയിലെയും ഇരുവിഭാഗങ്ങൾ തമ്മിലായിരുന്നു. സ്വന്തം പാർട്ടിയുടെ പേരും കൊടിയും ചിഹ്നവും നഷ്ടപ്പെട്ട ഉദ്ധവ് താക്കറേക്കും ശരത് പവാറിനും ഇക്കുറി കരുത്തും നഷ്ടമായി. ശിവസേന തലവനായിരുന്ന ഉദ്ധവ് താക്കറെയെ വിട്ടാണ് ഭൂരിപക്ഷം MLAമാരുമായി ഏക്നാഥ് ഷിൻഡെ BJP പാളയത്തിലേക്ക് ചാടിയത്. അതോടെ പിളർന്ന പാർട്ടിയിൽ ഭൂരിപക്ഷം ജനപ്രതിനിധികളുടെ ബലത്തിൽ ഷിൻഡെ വിഭാഗത്തിനാണ് ശിവസേനയുടെ അവകാശവും കിട്ടിയത്. അച്ഛൻ ബാൽ താക്കറെ രൂപീകരിച്ച പാർട്ടി നഷ്ടമായ ഉദ്ധവിന് ശിവസേനയുടെ പേരിനൊപ്പം ബ്രാക്കറ്റ് ചേർത്ത് പാർട്ടി രൂപീകരിക്കേണ്ടി വന്നു. ശിവസേന ഉദ്ധവ് ബാലാസാഹിബ് താക്കറെ. മഹാവികാസ് അഘാഡിയിൽ നിന്ന് 95 സീറ്റ് കിട്ടിയെങ്കിലും 20 മാത്രമാണ് വിജയിക്കാനായത്. മറുപക്ഷത്ത് മഹായുതിയിൽ നിന്നും 81 സീറ്റ് കിട്ടിയ ഷിൻഡെ 57 വിജയിച്ചു. ലോക്സഭാ പോരിൽ 2 സീറ്റിന് മുന്നിൽ നിന്ന ഉദ്ധവ് വിഭാഗമാണ് നിയമസഭാ മത്സരത്തിൽ ദയനീയമായി പരാജയപ്പെട്ടത്. ഇരുവിഭാഗവും നേരിട്ട് മത്സരിച്ച 53 സീറ്റിൽ മഹാഭൂരിപക്ഷവും ഷിൻഡെ വിഭാഗം ഉറപ്പിക്കുകയും ചെയ്തു. ഒപ്പം നിന്ന MLAമാരും താൻ രൂപീകരിച്ച പാർട്ടിയുമായി കടന്ന അനന്തിരവൻ അജിത് പവാറിനാണ് ശരത് പവാറിനേക്കാൾ പവർ എന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 MPമാരെ സ്വന്തമാക്കി ശരത് പവാർ കരുത്ത് തെളിയിച്ചുവെങ്കിൽ ഇപ്പോൾ ശരത് പവാർ വിഭാഗത്തെ പാടെ തകർത്തുകൊണ്ടാണ് അജിത് പവാറിന്റെ വിജയം. ലോക്സഭയിൽ ഒറ്റ MPയിൽ ഒതുങ്ങേണ്ടി വന്ന അജിത് പവാർ ഇക്കുറി മത്സരിച്ച 59-ൽ 41 വിജയിച്ചു കയറി. ഇരുകൂട്ടരും ഏറ്റുമുട്ടിയ 39-ൽ 30 വിജയിച്ചു. ബാരാമതിയിലടക്കം അജിത് പവാർ പവർ കാട്ടി. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും കരുത്ത് തെളിയിക്കുകയും ഭരണത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നതോടെ മറുചേരിയിൽ നിന്ന് കൂടുതൽ നേതാക്കൾ കൂറുമാറാനുള്ള സാധ്യതയുമുണ്ട്. ശരത് പവാറിനും ഉദ്ധവ് താക്കറേക്കും നഷ്ടപ്പെട്ടുപോയ സ്വന്തം പാർട്ടി തിരിച്ചുപിടിക്കുക എന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയാകും ഈ ചോർച്ച തടയൽ. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ജാർഖണ്ഡിലെ ബർഹൈത്ത് മണ്ഡലത്തിൽ നിന്നും ഹേമന്ത് സോറന്റെ വിജയം ഇന്ത്യ സഖ്യം പ്രതീക്ഷിച്ച തരത്തിലായിരുന്നു. എന്നാൽ ഭാര്യ കൽപ്പന സോറൻ പൊരുതി നേടിയ വിജയമാണ് JMMന്റെ തിളക്കമാർന്ന നേട്ടമായത്. ഭരണം തിരിച്ചുപിടിക്കാനായില്ലെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ വിജയം BJPക്ക് ആശ്വാസമായി. JMM നേതാവും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ ബർഹൈത്ത് മണ്ഡലത്തിൽ നിന്നും 39,416 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത്. പരാജയപ്പെടുത്തിയത് BJPയുടെ ഗാംലിയേൽ ഹെംബ്രോമിനെ. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് ശുഭസൂചനകൾ വന്നതോടെ മക്കളോടൊപ്പമുള്ള ചിത്രം ഹേമന്ത് സോറൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. എൻ്റെ കരുത്ത് എന്നും കുറിച്ചു. ഭാര്യ കൽപ്പന സോറൻ ഖാണ്ടയ്യ മണ്ഡലത്തിൽ നിന്നും വിജയക്കൊടി പാറിച്ചു. ഒരു ഘട്ടത്തിൽ 9,000 വോട്ടുകൾക്ക് പുറകിലായിരുന്ന കൽപ്പന തുടർന്നുള്ള റൗണ്ടുകളിൽ നടത്തിയത് വൻ തിരിച്ചുവരവ്. 13,056 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJPയുടെ മുനിയാദേവിയെ അടിയറ പറയിച്ചു. ഹേമന്ത് സോറന്റെ സഹോദരനും JMM സ്ഥാനാർത്ഥിയുമായ ബസന്ത് സോറൻ ദുംകയിൽ നിന്ന് വിജയിച്ചതോടെ കുടുംബത്തിനുള്ള രാഷ്ട്രീയ പിന്തുണ കൂടി വ്യക്തമായി. ബസന്ത് സോറൻ 14,588 വോട്ടുകൾക്കാണ് BJP സ്ഥാനാർത്ഥി സുനിൽ സോറനെ പരാജയപ്പെടുത്തിയത്. എന്നാൽ ഹേമന്ത് സോറനോടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് BJPയിലേക്ക് ചേക്കേറിയ സഹോദരന്റെ വിധവ സീതാ സോറൻ തോറ്റു. ജംതാര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇർഫാൻ അൻസാരിയോടാണ് പരാജയപ്പെട്ടത്. റാഞ്ചി നിയമസഭാ മണ്ഡലത്തിൽ JMM നേതാവ് മഹുവ മാജി തോറ്റു. 6 തവണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച BJP MLA CP സിംഗ് 7ാം തവണയും എല്ലാ തരംഗത്തെയും തനിക്ക് അതിജീവിക്കാനാകും എന്ന് കാണിച്ചു കൊടുത്തു. ധൻവാറിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടി തനിക്കൊത്തൊരെതിരാളി മറുവശത്തില്ലെന്ന് തെളിയിച്ചു.
JMMന്റെ നിസാമുദ്ദീൻ അൻസാരിയെ തോൽപ്പിച്ചത് 12,127 വോട്ടുകൾക്ക്. സരായ്ക്കേല മണ്ഡലത്തിൽ നിന്ന് 5 തവണ വിജയിച്ച ചമ്പൈ സോറന് ഇത്തവണത്തെ വിജയവും അനായാസം. ഒഡീഷ ഗവർണറും മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായ രഘുബർ ദാസിന്റെ മരുമകൾ പൂർണിമ സാഹു ജംഷഡ്പൂർ ഈസ്റ്റിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. തോൽപ്പിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുൻ പോലീസ് ഉദ്യോഗസ്ഥനും ഏറ്റുമുട്ടൽ വിദഗ്ധനുമായ അജോയ് കുമാറിനെ. പൂർണിമയോട് രാഷ്ട്രീയമായി ഏറ്റുമുട്ടിയപ്പോൾ അജോയ് കുമാർ എന്ന ഏറ്റുമുട്ടൽ വിദഗ്ധന് പിടിച്ചു നിൽക്കാനായില്ല. മുൻ മുഖ്യമന്ത്രി മധുക് കോടയുടെ ഭാര്യ ഗീത കോട ഇത്തവണ BJP ടിക്കറ്റിൽ ജഗന്നാഥ്പൂരിൽ നിന്ന് നിയമസഭാ സീറ്റിലേക്ക് മത്സരിച്ചെങ്കിലും തോറ്റു. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ കോൺഗ്രസ് നേതാവ് സോനാറാം സിംഗു 7,383 വോട്ടുകൾക്ക് ജയിച്ചു. മുന്നണിയുടെ തോൽവി സംബന്ധിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാർഖണ്ഡിലെ പ്രകടനത്തിന് JMMനെ അഭിനന്ദിച്ചു. അഭിനന്ദനത്തിന് തിരിച്ചു നന്ദി അറിയിച്ചു ഹേമന്ത് സോറൻ. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. രാവിലെ തുടരും, ഇടവേളയ്ക്ക് ശേഷം. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. തിരുവനന്തപുരം മുണ്ടേല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുണ്ടേല മോഹനന്റെ ആത്മഹത്യയിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. വെള്ളനാട് ശശിയുടെ നേതൃത്വത്തിൽ ബാങ്ക് തകരാൻ പോവുകയാണെന്ന് വ്യാജ പ്രചാരണം നടത്തി. നിക്ഷേപകർ കൂട്ടമായി എത്തി പണം പിൻവലിച്ചതോടെ മോഹനൻ മാനസിക സമ്മർദ്ദത്തിലായെന്നും കുടുംബം ന്യൂസ് 18നോട് പ്രതികരിച്ചു. വെള്ളനാട് ശശി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ആത്മഹത്യാ കുറിപ്പും പുറത്തുവിട്ടു. തിരുവനന്തപുരം മുണ്ടേലയിലുള്ള രാജീവ് ഗാന്ധി കോപ്പറേറ്റ് സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്ന മുണ്ടേല മോഹനൻ കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ചില ആരോപണങ്ങൾ കോൺഗ്രസ് വിട്ട് CPMൽ ചേർന്ന വെള്ളനാട് ശശിക്കെതിരെയും ബാങ്കിലെ മറ്റ് ജീവനക്കാർക്കെതിരെയും ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മുണ്ടേല മോഹനൻ്റെ 2 മക്കൾ, അവർ രണ്ടുപേരും കൃപയും ലക്ഷ്മിയും, കൃപയും കൃഷ്ണയും 2 പേർ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. എന്താണ് ഇങ്ങനെയൊരു അലിഗേഷൻ വരാൻ? നേരത്തെ ചില സാമ്പത്തികമായ ക്രമക്കേടുകൾ അവിടെ നടന്നതായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉയർന്നതാണ്. പക്ഷേ ഇങ്ങനെയൊരു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാര്യം എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അച്ഛൻ മരിക്കുന്നതിന് 2 ദിവസം മുന്നേ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ വളരെയധികം മാനസിക സംഘർഷത്തിലാണ് എന്നോട് കുറച്ച് ഓപ്പണപ്പ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെള്ളനാട് ശശി, അതായത് മുൻ കോൺഗ്രസ് നേതാവായിരുന്ന വെള്ളനാട് ശശി ഇപ്പോൾ CPM നേതാവാണ്. അപ്പം പുള്ളിയാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിയും ആ ബാങ്കിലുള്ള ഒരു 4 ജീവനക്കാരികളും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഇതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നോട്. അപ്പം അതാണ് എനിക്കറിയാവുന്ന ഭാഗം. എന്താണ് ഇത് ആത്മഹത്യ നോട്ടാണ് അല്ലേ? അത് പോലീസ് കണ്ടെത്തിയത്? ഇത് പോലീസ് അച്ഛൻ മരിച്ച ടൈമിൽ കണ്ടെത്തിയ ആത്മഹത്യ നോട്ടാണ്. ഇതിൽ നിന്ന് ആദ്യത്തെ പ്രതിസ്ഥാനത്ത് അച്ഛൻ പറയുന്നത് വെള്ളനാട് ശശി, പിന്നെ കാട്ടാക്കട AR ബിനിൽ, പിന്നെ മഞ്ജു അക്കൗണ്ടന്റ്, അശ്വതി, മായ, അർച്ചന, ശ്രീജ, ഇവർ 6 പേരുടെ പേരാണ് അച്ഛൻ ഇത് എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിലൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്, അച്ഛൻ ഒത്തിരി മുന്നേക്ക് ഒത്തിരി സഹായിച്ചവരാണ് ഇവർ, എന്നിട്ട് ഇപ്പം ഇങ്ങനെ ചെയ്യാണ് എന്നുള്ള രീതിയിൽ എന്നോട് വളരെ വിഷമമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 56 കോടി രൂപയുടെ അധികം നിക്ഷേപം ഉണ്ടായിരുന്ന ഒരു സർവീസ് സഹകരണ പ്രസ്ഥാനമായിരുന്നു ഇത്. അപ്പം അവിടുന്ന് പെട്ടെന്ന് ഇങ്ങനെ ഈ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എത്ര കോടി രൂപയാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് മുഴുവനായി പിൻവലിച്ച്, അങ്ങനെ എന്തെങ്കിലും കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? പൈസയുടെ കറക്റ്റായിട്ടുള്ള കണക്കുകളൊന്നും നമുക്ക് എന്താ പറയുക, ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷെ അച്ഛൻ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളനാട് ശശി അച്ഛനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേരാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനത് വിസമ്മതിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം പുള്ളി ഇങ്ങനെ നിരന്തരമായിട്ട് ശല്യപ്പെടുത്തുകയും ബാക്കി എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പുള്ളി ഇവിടെ രാജീവ് ഗാന്ധിയിൽ ഇട്ടിരുന്ന ഒരു വലിയൊരു തുക ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു, അത് പിൻവലിച്ചിരുന്നു. അപ്പോൾ വെള്ളനാട് ശശി അത് പിൻവലിച്ചിരുന്നു. അതിനുശേഷം ബാക്കി കുറച്ചെന്തോ കൊടുക്കാനുണ്ടായിരുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ എന്നും വരുമായിരുന്നു. എന്നും രാത്രി ഒരു സന്ധ്യ കഴിയുമ്പോഴത്തേക്കും, ഒരു ഇരുട്ടി കഴിഞ്ഞാൽ പുള്ളി എന്നും അവിടെ ഗേറ്റിൽ വന്ന് കിടന്ന് അടിക്കുകയും തിണ്ണയിൽ തോർത്ത് വിരിച്ച് കിടക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി. അപ്പോൾ എന്തായാലും ഈ വെള്ളനാട് ശശിക്കെതിരെയും മറ്റ് ബാങ്കിലുണ്ടായിരുന്ന ജീവനക്കാർക്കെതിരെയും ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഈ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഈ ആക്ഷേപങ്ങളിൽ ഏത് തരത്തിലുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. മുണ്ടേല മോഹനൻ അദ്ദേഹം ഈ മരിക്കുന്നതിന് ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം കൂടി കേട്ടതിന് ശേഷം ഡാൻ കുര്യനിലേക്ക് പോകാം. കഴിഞ്ഞ 9-10 മാസമായി
കുറെ വാസ്തവവിരുദ്ധമായ പ്രചരണത്തിന്റെ ഭാഗമായി വൻതോതിൽ ഞങ്ങൾ നിക്ഷേപം പിൻവലിക്കുകയുണ്ടായി. ഒരു 10 months ബിഫോർ, 10 മാസത്തിന് മുമ്പ് വരെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 56 കോടി നിക്ഷേപം ഉണ്ടായിരുന്ന സംഘമാണ്. ഈ 10 മാസം കൊണ്ട് ഞങ്ങൾ 26 കോടി രൂപ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതാണ് ഞങ്ങളുടെ വിഷയം. അതിന് പിന്നിൽ വലിയൊരു സംഘടിതമായ ഒരു ദുഷ്പ്രചരണമാണ്. അദ്ദേഹം നടത്തിയൊരു വാർത്താ സമ്മേളനമാണ്, പ്രസ് ക്ലബ്ബിൽ നടത്തിയൊരു വാർത്താ സമ്മേളനമാണ് പ്രേക്ഷകർ കണ്ടത്. ആത്മഹത്യയ്ക്ക് തൊട്ട് മുൻപ് അദ്ദേഹം നടത്തിയ ഒരു വാർത്താ സമ്മേളനമാണ്. അതിൽ തനിക്കെതിരെയും തൻ്റെ ബാങ്കിനെതിരെയും മറ്റും സംഘടിതമായ ഒരു പ്രചാരണം നടന്നു. അതിന് പിന്നിൽ വെള്ളനാട് ശശിയാണ് എന്ന് സ്പഷ്ടമാക്കുകയായിരുന്നു അദ്ദേഹം. ഡാൻ കുര്യൻ നമ്മോടൊപ്പം ചേരും. ഡാൻ, ഇത് ഈ കുടുംബത്തിൻ്റെ ആരോപണം ആത്മഹത്യാക്കുറിപ്പിലടക്കം ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ നടക്കുന്നുണ്ടോ? ആത്മഹത്യാക്കുറിപ്പ് അനുസരിച്ച് ഏതെങ്കിലും തരത്തിലൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുമോ? രഞ്ജിത്ത്, അസ്വാഭാവിക മരണത്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അരുവിക്കര പോലീസാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടായതായോ അല്ലെങ്കിൽ ഈ കുടുംബം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ സംബന്ധിച്ച പരാതിയിൽ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്ന ആരിൽ നിന്നേലും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതായിട്ടുള്ള ഒന്നും സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. നമ്മൾ ഈ കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും അവർ നമ്മളോടും വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഇനി വെള്ളനാട് ശശി ഉൾപ്പെടെയുള്ളവരാണ് ഈ കുടുംബം ഉന്നയിക്കുന്ന ആരോപണത്തിന് മറുപടി നൽകേണ്ടത്. ഗൗരവതരമായ ആരോപണമാണ് വെള്ളനാട് ശശി ഉൾപ്പെടെയുള്ളവർക്കെതിരെ. 6 പേർക്ക് എതിരെയാണ് ഈ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ കുടുംബവും അതോടൊപ്പം തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പിലും ഈ 6 പേരുടെ പേര് തന്നെയാണ് പറയുന്നത്. പക്ഷേ 56 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായിരുന്ന ഈ സഹകരണ പ്രസ്ഥാനത്തിൽ പെട്ടെന്ന് 10 മാസത്തിനിടയിൽ 26 കോടി രൂപ പിൻവലിക്കുന്ന ഒരു സാഹചര്യം, ബാങ്ക് തകരാൻ പോവുകയാണെന്ന ഒരു വ്യാജ പ്രചാരണം നടന്നു എന്ന തരത്തിലുള്ള ആക്ഷേപമൊക്കെയാണ് കുടുംബം മുമ്പോട്ട് വെക്കുന്നത്. അതിനിടയിൽ ആത്മഹത്യയിലേക്ക് നീങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്? പെട്ടെന്ന് അങ്ങനെ ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിവിടുകയായിരുന്നു ഈ ഗൂഢാലോചനയുടെ ഭാഗമായി എന്നൊരു ആക്ഷേപം കൂടി അദ്ദേഹത്തിന്റെ മക്കൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ അരുവിക്കര പോലീസിന് പരാതി നൽകിയതിന് പുറമെ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൂടി പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. വിശദമായ ഒരു അന്വേഷണം നടന്ന് യഥാർത്ഥ സത്യം പുറത്തു വരണം എന്ന ഒരു ആഗ്രഹത്തിലാണ് ഈ കുടുംബം ഇപ്പോൾ പരസ്യമായ ഒരു പ്രതികരണവുമായി രംഗത്തെത്തുന്ന പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. ഞാനിത് ഈ നമുക്കറിയാം, വെള്ളനാട് ശശിയുമായി ബന്ധപ്പെട്ട് പാർട്ടി വിടുന്നു, പിന്നെ അവിടെ പ്രാദേശികമായ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹം ചില ആളുകളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ ബാങ്കിനെതിരെ അല്ലെങ്കിൽ ഈ മോഹനെതിരെ ഇത്ര വലിയ വൈരാഗ്യം ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ്? രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയാണോ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? മുണ്ടേല മോഹനെയും വെള്ളനാട് ശശി പാർട്ടി മാറിയതിന് സമാനമായ തരത്തിൽ മുണ്ടേല മോഹനെയും പാർട്ടി മാറാൻ അദ്ദേഹം നിർബന്ധിച്ചിരുന്നു എന്നാണ് കുടുംബം വ്യക്തമാക്കേണ്ടത്. പക്ഷേ അതിന് അദ്ദേഹം വിസമ്മതിച്ചു. അപ്പോൾ മുതൽ പ്രശ്നങ്ങൾ തുടങ്ങി. പിന്നീട് അത് അഭിപ്രായ വ്യത്യാസങ്ങളായി. അതിനുശേഷമാണ് വെള്ളനാട് ശശിക്ക് ഈ ബാങ്കിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന വലിയൊരു തുക അത് പിൻവലിക്കാൻ ശ്രമിച്ചു. അത് ആ പണം മുഴുവൻ പിൻവലിച്ചെടുത്തു. ആ ഡെപ്പോസിറ്റ് മുഴുവൻ പിൻവലിക്കുകയായിരുന്നു. സമാനമായ തരത്തിൽ വെള്ളനാട് ശശിക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റ് ആളുകളെ കൊണ്ടും ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിപ്പിച്ചു എന്നാണ് ഈ കുടുംബം പറയുന്നത്. അത് ഒരു വ്യാജ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അത് വലിയ തരത്തിൽ മുണ്ടേല മോഹന്റെ മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അദ്ദേഹം വിശദീകരണവുമായി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. പക്ഷേ അതിന് പോലും വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നും കുടുംബം പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുണ്ടേല സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പ് രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ വിശദമായ പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. ശബരിമല വിശേഷങ്ങളിലേക്ക് പോകാം. ശരണപാതയിൽ ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മണ്ഡലകാലം ആരംഭിച്ച് 10 ദിവസം പിന്നിടുമ്പോൾ ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയത് 6,12,290 തീർത്ഥാടകർ. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 70,000-ത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തുന്നുണ്ട്. MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. സൗകര്യങ്ങളെക്കുറിച്ച് ഇതുവരെ പരാതികളൊന്നുമില്ല. 80,000 പേരെ വരെയൊക്കെ വേണമെങ്കിൽ ഒരു ദിവസം ദർശനം നടത്താനുള്ള സംവിധാനങ്ങളുണ്ട് അവിടെ, അല്ലേ?
രഞ്ജിത്ത്, തീർച്ചയായും ശബരിമല തീർത്ഥാടനം ഏതാണ്ട് 10 നാൾ പിന്നിടുമ്പോൾ സാധാരണഗതിയിൽ ശബരിമലയിൽ ഉണ്ടാവുന്ന ഒരു തിരക്കിലേക്ക് തന്നെ സന്നിധാനം നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ 6,12,290 പേർ സന്നിധാനത്ത് മല ചവിട്ടിയെത്തി അയ്യപ്പനെ കണ്ട് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ വാരാന്ത്യം, അതായത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടിരിക്കുന്നത്. 21-ാം തീയതി 27,026 പേരും 22-ാം തീയതി 87,216 പേരും എത്തി. ഇന്നലെ മാത്രം 73,977 പേർ സന്നിധാനത്ത് എത്തി ദർശനം നടത്തി മടങ്ങിയിരിക്കുന്നു. ഈ തിരക്ക് പരിശോധിച്ചാൽ ഏതാണ്ട് 75,000-ത്തിനടുത്ത് ആളുകൾ ശരാശരി ഓരോ ദിവസവും മലചരിച്ചുകൊണ്ട് എന്നാണ് കണക്ക്. ഇത് 80,000-ത്തിന് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുന്നതിനുള്ള ഒരു നീക്കമാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വെർച്വൽ ക്യൂയാണ് ഇതിൽ ഏറിയ പങ്ക് തീർത്ഥാടകരും സന്നിധാനത്തേക്ക് എത്തുന്നത്. സ്പോട്ട് ബുക്കിംഗ് വഴി ഏതാണ്ട് 10% ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തീർത്ഥാടനത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഇടമായ 18-ാം പടിയിലൂടെ കൂടുതൽ ആളുകളെ കടത്തിവിടുന്നതിനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നും ദ്രുതഗതിയിൽ ഉണ്ടാവുന്നത് തന്നെയാണ് ഈ സുഗമമായ തീർത്ഥാടനം ഭക്തർക്ക് നൽകുന്നത്. സാധാരണഗതിയിൽ ഈ 18-ാം പടിയിലൂടെ ആളുകൾ കടന്നു വരുന്നതിന്റെ വേഗത കുറഞ്ഞാൽ മറ്റ് എല്ലാ നടപടിക്രമങ്ങളെയും, ദർശനത്തെയും അല്ലെങ്കിൽ പിന്നോട്ടുള്ള ഒഴുക്കിനെയും ഒക്കെ ഇത് ബാധിക്കും. പക്ഷേ നിലവിൽ ഏതാണ്ട് 70-നടുത്ത് ആളുകളെ, തീർത്ഥാടകരെ 18-ാം പടി ചവിട്ടി മുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒപ്പം ഈ ഫ്ലൈ ഓവറിലും മറ്റുമൊക്കെ അധിക നേരം കാത്തുനിന്ന് ദർശനം നടത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ല. അവിടെയുമൊക്കെ കൃത്യമായ തിരക്ക് നിയന്ത്രണ സംവിധാനങ്ങൾ പോലീസ് ഒരുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മാത്രം നട തുറന്ന ശേഷം ഏതാണ്ട് 25,000-ത്തിനടുത്ത് ആളുകളാണ് ദർശനത്തിനെത്തിയത്. നമുക്കറിയാം, തുടർച്ചയായ അവധി ദിവസങ്ങൾക്ക് ശേഷമുള്ള പ്രവൃത്തി ദിനമാണ്. സാധാരണഗതിയിൽ തിരക്ക് കുറയേണ്ട ഒരു ദിവസമാണ്. പക്ഷേ ഭേദപ്പെട്ട ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം ഈ മണ്ഡല തീർത്ഥാടനത്തിനായി നട തുറന്ന ശേഷം 12 നാൾ പിന്നിടുന്ന 12 വിളക്ക് മറ്റന്നാളാണ്. അതുകൊണ്ട് ആ ദിവസത്തോടുകൂടി കൂടുതൽ മലയാളികളായ തീർത്ഥാടകർ അവരുടെ വ്രതാനുഷ്ഠാനങ്ങൾ ഏതാണ്ട് ഒരാഴ്ച 10 നാൾ പിന്നിട്ട് കഴിഞ്ഞാൽ കൂടുതൽ പേർ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും കാര്യമായ അലോസരങ്ങളില്ലാതെ അല്ലെങ്കിൽ അതൃപ്തിയില്ലാതെയാണ് ഈ നിമിഷം വരെ ശബരിമല തീർത്ഥാടനം പോയിരിക്കുന്നത്. ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ മാല ഇട്ട് മല ചവിട്ടി ഇന്നലെ ദർശനത്തിനായി ഇരുമുടിക്കെട്ട് വേണ്ടി എത്തിയിരുന്നു. അദ്ദേഹം ഇന്ന് വിവിധ തരത്തിലുള്ള അവലോകന യോഗങ്ങൾ സന്നിധാനത്ത് ചേരും. ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ വിലയിരുത്തും. അതിനുശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ വേണോ, മറ്റെന്തൊക്കെ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. രഞ്ജിത്ത്, ശരി. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നിരവധി കലാപരിപാടികൾ അരങ്ങേറുന്ന സന്നിധാനത്തെ തിരുവരങ്ങിൽ ആസ്വാദകരുടെ മനം കവർന്നത് തൃശൂർ സ്വദേശിയായ 66 വയസ്സുകാരിയുടെ നൃത്തച്ചുവടുകളാണ്. 5-ാം വയസ്സിൽ ആരംഭിച്ച നൃത്ത സബരിയ ലത അയ്യപ്പന് മുന്നിൽ ചുവട് വെച്ച് അവസാനിപ്പിച്ചു. വർഷങ്ങളായി മല ചവിട്ടുന്ന ലതയുടെ ആഗ്രഹമായിരുന്നു സന്നിധാനത്തെ തിരുവരങ്ങിൽ ചുവടുവെക്കണമെന്നത്. പ്രായത്തിന്റെ അവശതകൾ മറന്ന് അയ്യപ്പന് മുന്നിൽ മുത്തശ്ശി നൃത്താർച്ചനയൊരുക്കി. അഞ്ചു വയസ്സ് മുതൽ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയ ലത നൂറുകണക്കിന് വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം നൃത്താധ്യാപന രംഗത്തും സജീവമായിരുന്നു. സന്നിധാനത്തെ അവതരണത്തോടെ ഇനി നൃത്തവേദികളിലേക്കില്ലെന്ന് ലത. ഞാൻ ഹെഡ് നഴ്സ് റിട്ടയർഡാണ്. ഇപ്പൊ 66 വയസ്സുണ്ട്. ഞാൻ കളിക്കുന്നത് എല്ലാ അമ്മമാർക്കും ഒരു പ്രചോദനമാവട്ടെ. ചെറുപ്പം 5 വയസ്സ് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ 66 ഇയേഴ്സ് പറഞ്ഞു കഴിഞ്ഞാല് 5 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിഫറൻസാ. ബന്ധുക്കളടക്കമുള്ളവരുടെ സംഘത്തോടൊപ്പമാണ് പതിവായി സന്നിധാനത്തേക്ക് എത്തിയിരുന്നെങ്കിലും ഇത്തവണ ഒറ്റയ്ക്കാണ് ലത മല ചവിട്ടിയത്. ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മുനമ്പത്ത് സമരം തുടരും. മുനമ്പം ഭൂസമരം 43 ദിവസം എത്തി നിൽക്കുമ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മുനമ്പം നിവാസികൾ. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നാണ് സമരസമിതിയുടെ തീരുമാനം.
ഉന്നതതല യോഗത്തിനു ശേഷമുണ്ടായ ആശങ്ക പരിഹരിച്ചെന്നാണ് സമരസമിതി പറയുന്നത്. മുനമ്പത്തെ പ്രശ്നങ്ങൾ 3 മാസത്തിനകം പരിഹരിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. പക്ഷേ നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം തള്ളി. വഖഫിന്റെ ആസ്തി വിവരപട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. സമരം ഇവിടെ തന്നെ ഞങ്ങൾ തുടർന്നില്ല എങ്കിൽ അത് പബ്ലിക് വലിയ ന്യൂസൻസ് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇവിടെ തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത്. ആധാരമടക്കമുള്ള രേഖകൾ ഇനി ആദ്യം മുതൽ പരിശോധിക്കുന്നതിനോട് സമരസമിതിക്ക് യോജിപ്പുമില്ല. സർക്കാരിന്റെ കൈവശമുള്ള റവന്യൂ രേഖകൾ പരിശോധിച്ച് ഉറപ്പാക്കുന്നതിലാണ് മുനമ്പം നിവാസികൾക്ക് കൂടുതൽ താൽപര്യം. ചുരുക്കി പറഞ്ഞാൽ ഈ വർഷം അവസാനിക്കുന്നതിനു മുൻപേ പരിഹാരമുണ്ടായാൽ അത്രയും നന്ന്. സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷനോട് സഹകരിക്കാമെന്ന് ധാരണയായെങ്കിലും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സ്ഥിതിഗതികൾ ബോധിപ്പിക്കാനുള്ള ശ്രമവും സമരസമിതി നടത്തുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. വയനാട്ടിലൊന്നും പറയാതെ കേന്ദ്രം. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം 4 ലക്ഷം കടന്നു. അത് ഭൂരിപക്ഷത്തിലെയും മിന്നും വിജയം 6 മാസം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിലാണ് ലോക്സഭയിലേക്കുള്ള കന്നിയംഗം പ്രിയങ്ക ഗംഭീരമാക്കിയത്. രാഹുൽ ഗാന്ധി ആദ്യമായി ചുരം കയറിയ 2019 വയനാട്ടുകാർ നൽകിയ ഭൂരിപക്ഷം 4,31,770 വോട്ട്. 2024 കുറവെങ്കിലും ഭൂരിപക്ഷം 3,64,422. രാഹുൽ മാറി പ്രിയങ്ക വരുമ്പോഴും ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് വയനാട്ടുകാർ. ഭൂരിപക്ഷം 4,10,931. For giving me the honor to represent them, for giving me so much love in my whole campaign while I was there, and then for voting for me in the manner that they have. It's a testament to the fact that my brother worked hard there, and their love for him and their trust in me. So I feel it's a great honor and I will respect it fully. മണ്ഡലം രൂപീകൃതമായ 2009 ശേഷം നടന്ന 4 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഏറ്റവും കുറവ് പോളിംഗ് ആയിരുന്നു ഇത്തവണ രേഖപ്പെടുത്തിയത്. ഇത് പ്രിയങ്കയുടെ ഭൂരിപക്ഷത്തെ ബാധിക്കുമെന്നായിരുന്നു ആശങ്ക. എന്നാൽ കുറവ് വരിക LDF NDA വോട്ടുകളിലായിരിക്കുമെന്ന UDF വിലയിരുത്തൽ ശരിവെക്കുന്നതാണ് വയനാടൻ ജനവിധി. പോൾ ചെയ്ത വോട്ടിന്റെ 65% പ്രിയങ്ക ഗാന്ധി നേടി. കഴിഞ്ഞ തവണ രാഹുലിന് ലഭിച്ചത് 59.6% വോട്ടായിരുന്നു. 2014 MI ഷാനവാസിനോട് ഇഞ്ചോടിഞ്ച് പൊരുതിയ സത്യൻ മൊകേരി വീണ്ടും സ്ഥാനാർത്ഥിയായി എത്തിയെങ്കിലും വോട്ട് ശതമാനവും LDFന് കുറഞ്ഞു. വോട്ട് ശതമാനം ഇടിഞ്ഞത് 26 നിന്ന് 22. അത് LDFും LDFിലെ പാർട്ടികളും അത് എന്താണെന്നുള്ള പരിശോധിക്കുന്നത്. എന്താണ് കുറയാൻ കാരണം? വോട്ടിംഗ് പെർസെൻറ്റേജ് അവിടെ കുറഞ്ഞിട്ടുണ്ട്. ആ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതിൽ LDFിൻ്റെ വോട്ടിൽ പോൾ ചെയ്യുന്നതിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പൊളിറ്റിക്കലായി സംഘടനാപരമായി LDFും LDFിലെ ബന്ധപ്പെട്ട പാർട്ടികളൊക്കെ തന്നെ അത് ഗൗരവമായി പരിശോധിക്കും. NDAക്ക് ഇത്തവണയും കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു. 1,09,939 വോട്ടുകൾ മാത്രമാണ് നവ്യ ഹരിദാസിന് നേടാനായത്. കഴിഞ്ഞ തവണ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നേടിയത് 1,41,045 വോട്ടായിരുന്നു. 7 നിയമസഭാ മണ്ഡലങ്ങളും രാഹുലിന് നൽകിയതിനേക്കാൾ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് നൽകി. മലപ്പുറം ജില്ലയിലെ വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് എന്നീ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് പ്രിയങ്ക നേടിയ ഭൂരിപക്ഷം 2,02,436 വോട്ട്. അതിൽ വണ്ടൂർ മാത്രം നൽകിയത് 73,276 വോട്ടിന്റെ ഭൂരിപക്ഷം. പ്രിയങ്കയുടെ ഭൂരിപക്ഷം 4 ലക്ഷം കടക്കുന്നതിൽ ഇത് നിർണായകമായി. കോൺഗ്രസിന് പാർലമെന്റിൽ പ്രാതിനിധ്യം വർദ്ധിച്ച 18ാം ലോക്സഭയിലേക്ക് പ്രിയങ്ക കൂടി എത്തുന്നത് ഇന്ത്യ സഖ്യത്തിന് കരുത്താകും. ഒപ്പം ഗാന്ധി കുടുംബത്തിലെ 3 പേർ പാർലമെന്റിൽ എത്തുന്നു എന്ന പ്രത്യേകതയ്ക്കും രാജ്യം സാക്ഷ്യം വഹിക്കും. വയനാട്ടിൽ നിന്നും CB അനുമോദ്, ന്യൂസ് 18. ഉരുൾപൊട്ടലിൽ പ്രിയപ്പെട്ടവർ എല്ലാം ഓർമ്മയായതോടെ അനാഥരായി പോയവർ, ഒറ്റപ്പെട്ടു പോയവർ അനവധിയാണ്. മേപ്പാടിയിൽ ചൂരൽമൽ നിവാസിയായിരുന്ന എടത്തൊടി മൻസൂർ അവരിൽ ഒരാളാണ്. ഭാര്യയെയും 2 മക്കളെയും സഹോദരിയെയും ഉമ്മയെയും നഷ്ടമായ മൻസൂർ ഇന്ന് ഒരു അനാഥനെ പോലെയാണ്.
പേര് പോയി. ഉമ്മ പെങ്ങള് ഭാര്യ മക്കളൊക്കെ പോയി. അപ്പോൾ ഞാൻ തനിച്ചായി. അപ്പോൾ ഞാനിപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആരുമില്ല. പിന്നെ ജ്യേഷ്ഠന്മാരുണ്ട്, 2 ജ്യേഷ്ഠന്മാരുണ്ട്. എങ്കിലും ഇപ്പം എൻ്റെ ഫാമിലിയിൽ ഇപ്പം ഞാൻ തന്നെ ഉള്ളൂ, വേറെ ആരുമില്ല. മൻസൂർ പറയുമ്പോൾ വാക്കുകൾ മുറിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഓർമ്മകൾ വേട്ടയാടുന്ന കണ്ണുകൾ ഇടയ്ക്കെല്ലാം നിറഞ്ഞു. മൻസൂറിന്റെ ഭാര്യ നസീറയെയും മക്കളായ മുനവറിനെയും റിൻഷ ഫാത്തിമയെയും സഹോദരി സുമയ്യയെയും ഉമ്മ പാത്തുമ്മയെയും ഉരുൾ കവർന്നെടുത്തു. മകൻ ഡിഗ്രിക്കും മകൾ 4ാം ക്ലാസ്സിലുമായിരുന്നു പഠിച്ചിരുന്നത്. ഉമ്മയുടെ മൃതദേഹം ഇതുവരെ കിട്ടിയിട്ടില്ല. ഹോട്ടൽ തൊഴിലാളിയായിരുന്ന മൻസൂർ അന്ന് സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഉമ്മാനെ കിട്ടാണ്ട് ബാക്കി എല്ലാവരും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കിട്ടി. ഇനി ഉമ്മാനെ കിട്ടാണ്ട് ഇല്ല, കാണാൻ പറ്റിയില്ല. ഭാര്യനും മക്കളെയും കണ്ട്, ഭാര്യനും മോനെയും കണ്ട്. മോളെ കണ്ടിട്ടില്ല, പെങ്ങളെയും കണ്ടിട്ടില്ല. മോള് പിന്നെ ഇവിടെ ആയല്ലോ. അതെ, മറവ് ചെയ്തുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. ബാക്കി 2 പേരും കണ്ട്. ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. എത്ര കാലം ഈ വാടക വീട്ടിലെന്നും അറിയില്ല. മൻസൂറിന് പറയാനുള്ളത് ഇത്രമാത്രം. അതന്നെ ഇപ്പോൾ ഭയങ്കര ഇതായിക്കുന്നു, ടെൻഷനായി. കാരണം ഓരും കൈ കഴിഞ്ഞ്, പിന്നെ സർക്കാരാണെങ്കിൽ ഇങ്ങനെ എന്താ ഇപ്പം നമ്മളെന്താ ചെയ്യാന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. ഒരു വീടാണ് ഇപ്പം അത്യാവശ്യമായിട്ട് വേണ്ടത്. വീട് ഇവിടെ വിട്ട് പറഞ്ഞാൽ ദൂരെ ലോങ് പറ്റില്ല. കുറച്ച് ഇവിടെ കൽപ്പറ്റ മേപ്പടി ഭാഗത്തൊക്കെ ആണെങ്കിൽ നല്ലതായിരുന്നു. ജോലി ഇവിടെ അടുത്ത പരിചയക്കാർ എല്ലാവരും നമ്മളെ ഇവിടെ ഉള്ളത്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ഒരിടവേളയാണ്. രാവിലെ തുടരുന്നു. പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നിലവിൽ 3 വിദ്യാർത്ഥികളെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മരണത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുകയാണ്. പ്രതികൾക്കായി നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. സഹപാഠികളായ അലീന, അക്ഷിത, അഞ്ജന മധു എന്നിവരുടെ മാനസിക പീഡനവും ശാരീരിക ഉപദ്രവവുമാണ് അമ്മു സജീവന്റെ മരണത്തിന് കാരണമെന്നാണ് നിലവിലുള്ള കേസ്. എന്നാൽ മറ്റു കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. മരണത്തിൽ ഹോസ്റ്റൽ അധികൃതർക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഹോസ്റ്റൽ വാർഡന്റെ പരസ്പര വിരുദ്ധ മൊഴിയിലും അമ്മുവിന്റെ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു. അമ്മുവിന് മുറി മാറ്റി നൽകിയതും വീണ സ്ഥലത്ത് ചെളിയും മെറ്റലും ഉണ്ടായിരുന്നെങ്കിലും അവയൊന്നും ദേഹത്തില്ലാതിരുന്നതും സംശയമുണ്ടാക്കുന്നതായി കുടുംബം പരാതി ഉന്നയിച്ചിട്ടുണ്ട്. അമ്മുവിന്റെ മരണത്തിലേക്ക് നയിച്ചത് സഹപാഠികൾക്കിടയിൽ നടന്ന പ്രശ്നങ്ങൾ തന്നെയാണെന്നാണ് നിലവിൽ പോലീസിന്റെ നിഗമനം. നവംബർ 15 രാത്രിയാണ് അമ്മുവിന്റെ മരണം. അതിനും ഒരാഴ്ച മുമ്പ് സഹപാഠികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിക്കുന്നാരോപിച്ച് പിതാവ് സജീവ് കോളേജ് പ്രിൻസിപ്പലിന് ഇമെയിലിലൂടെ പരാതി നൽകിയിരുന്നു. ആരോപണ വിധേയരായ വിദ്യാർത്ഥികളോട് വിശദീകരണം തേടുകയും മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. അലീന, അക്ഷിത, അഞ്ജന എന്നിവരുമായി അമ്മു സൗഹൃദത്തിലായിരുന്നെങ്കിലും പിന്നീട് അകന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. രോഗികളുടെ വിവരങ്ങൾ കുറിക്കുന്ന ലോഗ് ബുക്ക് കാണാതായതുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥിനികൾ തമ്മിൽ തർക്കം ആരംഭിക്കുന്നത്. ഈ ബുക്ക് ആരുടെ കൈവശമാണെന്ന് കണ്ടെത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. അമ്മുവിനെ ടൂർ കോർഡിനേറ്ററാക്കിയതും പ്രശ്നങ്ങൾക്കിടയാക്കി. 3 പ്രതികൾക്ക് പുറമെ കോളേജിലെ മറ്റ് സഹപാഠികൾക്ക് സംഭവത്തിൽ ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും. ഗുരുതരമായി പരിക്കേറ്റ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച അമ്മുവിനെ ദൂരക്കുറവുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ പറഞ്ഞതനുസരിച്ചാണെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കുടുംബത്തിന്റെ ആരോപണങ്ങളിലും പരാതിയിലും വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. തിങ്കളാഴ്ച പ്രതികൾക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ന്യൂസ് 18 പത്തനംതിട്ട. സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരായ പരോക്ഷ വിമർശനം വിവാദമായതോടെ വിശദീകരണവുമായി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. മറ്റൊരു നേതാവ് എന്നുദ്ദേശിച്ചത് ജിഫ്രി തങ്ങളെ അല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് എന്നാണ് സലാമിന്റെ വിശദീകരണം. സാദിഖ് അലി തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ മറ്റൊരു നേതാവ് അനുഗ്രഹിച്ച P സരിൻ മൂന്നാമതായെന്നും മുസ്ലിം സമുദായം ആർക്കൊപ്പമെന്ന് വ്യക്തമായെന്നുമായിരുന്നു പരാമർശം. ബഹുമാനപ്പെട്ട പാലക്കാട് നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി
രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതും പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പഴയ പരാമർശം. ഇപ്പോൾ ഇതിന് വിശദീകരണവുമായി അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട്. ആ വാക്കുകളിലേക്ക്. ബഹുമാനപ്പെട്ട ജഫരി തങ്ങളെ ഞാൻ ഒളിയമ്പ് ചെയ്തു ആക്രമിച്ചു എന്ന പേരിൽ നടക്കുന്ന വ്യാപകമായ പ്രചാരവേല സത്യത്തിൽ ബഹുമാനപ്പെട്ട ജഫരി തങ്ങളെ അപമാനിക്കാനാണ്. ഞാൻ പറഞ്ഞത് പാലക്കാട് ജയിച്ച സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹിച്ചു. മറ്റൊരു പാർട്ടിയിൽ നിന്ന് കടന്നു വന്ന LDF സ്ഥാനാർത്ഥിയെ വേറൊരാളാണ് അനുഗ്രഹിച്ചത്. അതുകൊണ്ട് അയാൾ 3ാം സ്ഥാനത്ത് പോയി. വ്യക്തമായും ന്യായമായും ഞാൻ ഉദ്ദേശിച്ച ആരെയാണ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. അദ്ദേഹം അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് 3ാം സ്ഥാനത്ത് പോയത്. വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഈ മുസ്ലിം രാഷ്ട്രീയത്തിൽ ഒരുപാട് വിവാദങ്ങൾ സമസ്തയുമായി ബന്ധപ്പെട്ടും ലീഗുമായി ബന്ധപ്പെട്ടും ഒക്കെ നടക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം. ഇപ്പോൾ അതൊരു പുതിയ വിവാദമായി മാത്രം കണ്ടാൽ മതിയോ? ഇതിന് ഏതൊക്കെ തലത്തിലേക്കാണ് ഇതിപ്പോൾ വളർന്നിരിക്കുന്നത്? രഞ്ജിത്ത്, നമുക്കറിയാം സമസ്തയും മുസ്ലിം ലീഗുമായിട്ടുള്ള ഭിന്നത. കുഞ്ഞാലിക്കുട്ടി നേരിട്ട് സമസ്ത നേതാക്കൾക്കെതിരെ വിമർശനം ഉന്നയിച്ച സാഹചര്യം, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അപ്പോഴൊക്കെ സാധാരണഗതിയിൽ സമസ്തക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന PMA സലാം നിശബ്ദനായിരുന്നു. അല്ലെങ്കിൽ PMA സലാമിന്റെ പ്രസ്താവനകളൊന്നും തന്നെ വന്നിരുന്നില്ല. അത് പാർട്ടിയുടെ നിർദ്ദേശം തന്നെ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. PMA സലാം വിമർശിക്കുമ്പോൾ അതിന്റെ ഫലം മറ്റൊന്ന് ആകും. പക്ഷെ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് അനുമോദ് കേൾക്കാമോ? തുടരാം. അനുമോദ് ഇല്ല. അനുമോദ് യാത്രയിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം ടെലിഫോൺ ബന്ധവുമായി സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. സന്ദീപ് കേൾക്കാമെങ്കിൽ തുടരാം. അനുമോദ്. തീർച്ചയായും PMA സലാം കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ വെച്ചാണ് ഈ ഒരു പ്രസ്താവന നടത്തിയത്. തെരഞ്ഞെടുപ്പ് വിജയം കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന ഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. പാലക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച UDF സ്ഥാനാർത്ഥി വിജയിക്കുകയും മറ്റൊരു നേതാവ് അനുഗ്രഹിച്ച സരിൻ തോൽക്കുകയും ചെയ്തു, 3ാമതാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് ജിഫ്രി തങ്ങളെ നേരത്തെ സരിൻ കണ്ടതും അദ്ദേഹത്തിന്റെ ആ ഫോട്ടോസും ഒക്കെ വലിയ തോതിൽ തന്നെ പ്രചരിച്ചിരുന്നു. അപ്പോൾ ജിഫ്രി തങ്ങളെയാണ് PMA സലാം ഉദ്ദേശിച്ച എന്ന തരത്തിലാണ് വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഒരുപക്ഷെ പരോക്ഷമായിട്ട് നമുക്കത് അങ്ങനെയാണെന്ന് കരുതേണ്ടി വരും. എന്താണെങ്കിലും ഇത് വലിയ പ്രതിഷേധത്തിന് സാഹചര്യം ഒരുക്കി. സമസ്തയുടെ പോഷക സംഘടനകളൊക്കെ തന്നെ നേതാക്കളൊക്കെ തന്നെ സലാമിനെതിരെ വിമർശനവുമായി എത്തി. ആ സാഹചര്യത്തിലാണ് സലാം തന്റെ വാക്കുകളിൽ ഒരു വിശദീകരണം രേഖപ്പെടുത്തിയത്. താൻ ഉദ്ദേശിച്ചത് ജിഫ്രി തങ്ങളെയല്ല, പിണറായി വിജയനെയാണ്. അത് മറ്റുള്ള വിലയിരുത്തലൊക്കെ അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ തെറ്റായിട്ടാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. എന്താണെങ്കിലും ഇതൊരു സലാം നേരത്തെ തന്നെ പലവട്ടവും സമസ്തക്കെതിരെ വലിയ വിമർശനങ്ങൾ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഉന്നയിച്ച ഒരു നേതാവാണ്. ആ ഒരു സാഹചര്യത്തിൽ സലാമിന്റെ ഈ വിശദീകരണം കൊണ്ട് മാത്രം ഇപ്പോൾ ഉയർന്ന വിവാദങ്ങൾ തണുക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. രഞ്ജിത്ത്. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി രാവിലെയിലെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് പോകാം. നിങ്ങളുടെ വിശേഷാവസരങ്ങൾ ന്യൂസ് 8-നൊപ്പം പങ്കുവെക്കാവുന്ന സ്പെഷ്യൽ ഡേ സെഗ്മെന്റ്. പോത്തൻകോട് കാവുവിള സ്വദേശികളായ വിനോദ് നിമിഷ ജയൻ ദമ്പതികളുടെ വിവാഹ വാർഷികമാണിന്ന്. 6ാം വിവാഹ വാർഷികമാണ്. മകൻ ദക്ഷിതാണ് ചിത്രത്തിൽ ഒപ്പമുള്ളത്. വിനോദിനും നിമിഷയ്ക്കും ന്യൂസ് 8ന്റെ എല്ലാ ആശംസകളും നേരുന്നു. തിരുവല്ല സ്വദേശികളായ ജിതിൻ ബ്ലസി ദമ്പതികളുടെ 4ാം വിവാഹ വാർഷികമായിരുന്നു ഇന്നലെ. അവർക്ക് എല്ലാ ബിലേറ്റഡ് വിഷസ് അവർക്കും നേരുകയാണ്. കന്യാകുമാരി ചിതറാൾ സ്വദേശികളായ സഞ്ജു ആര്യ ദമ്പതികളുടെ മകൻ ആദിവിക്കിന്റെ 6ാം ജന്മദിനമാണ് ഇന്ന്. ആദിക്ക് ആശംസകൾ കൂടി നേരുകയാണ്. ആദിക്ക് എല്ലാ ആശംസകളും. നല്ല ഒരു പിറന്നാൾ ദിനം കൂടി ആയിക്കോട്ടെ. ഇത്തരത്തിൽ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 8 സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം. അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് 93469757448.
വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ, പേര്, ഫോൺ നമ്പർ, മറ്റ് എന്താണ് വിശേഷ അവസരം എന്നുകൂടി ചേർക്കാം. ഇടുക്കി രാമക്കൽമേട്ടിൽ എത്തുന്ന സഞ്ചാരികൾ ഇനി നിരാശരായി മടങ്ങില്ല. പ്രധാന വ്യൂ പോയിന്റിലേക്കുള്ള ട്രക്കിങ്ങിന് തമിഴ്നാട് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കി. സഞ്ചാരികൾക്ക് നിർദ്ദേശം നൽകുന്നതിനും പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനും കരുണാപുരം പഞ്ചായത്ത് സൗകര്യം ഏർപ്പെടുത്തും. കേരള തമിഴ്നാട് അതിർത്തിയിലെ രാമക്കൽമേട്ടിലെ പ്രധാന ആകർഷണമാണ് രാമക്കൽമേട് വ്യൂ പോയിന്റ്. ചെങ്കുത്തായ പാറക്കൂട്ടവും തമിഴ്നാടൻ കാർഷിക ഗ്രാമങ്ങളുടെ വിദൂര കാഴ്ചയും വീശിയടിക്കുന്ന കാറ്റും സഞ്ചാരികളെ ആകർഷിക്കും. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഈ പ്രദേശത്തേക്കുള്ള പ്രവേശനം കഴിഞ്ഞ ഓഗസ്റ്റ് ആദ്യവാരം തമിഴ്നാട് അടച്ചിരുന്നു. സംരക്ഷിത വനമേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് സഞ്ചാരികൾ വൻതോതിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം തള്ളുന്നതിനെ തുടർന്നായിരുന്നു നിരോധനം. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം മലമുകളിൽ ഉപേക്ഷിക്കരുതെന്ന ഉപാധിയോടെയാണ് തമിഴ്നാട് വീണ്ടും കാനനപാത തുറന്നിരിക്കുന്നത്. സഞ്ചാരികൾക്ക് നിർദ്ദേശം നൽകുന്നതിനായി കരുണാപുരം ഗ്രാമപഞ്ചായത്ത് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കും. ഒപ്പം വിവിധ മേഖലകളിൽ വേസ്റ്റ് ബിന്നുകളും സ്ഥാപിക്കും. കൂടെ സ്ഥലം സന്ദർശിക്കുകയും അതിന്റെ ഫലമായിട്ട് നമ്മൾ അവിടെ ഒരു ബോട്ടിംഗ് ബൂത്ത് അടിയന്തരമായി സ്ഥാപിക്കുന്നതിനും അവിടെ ക്ലീനിംഗ് തൊഴിലാളിയെ ആഴ്ചതോറും ഓരോരുത്തരെ മാറി മാറി നിർത്തുന്നതിനും തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുന്ന് പോകുന്ന വാഹനങ്ങളിൽ വന്നിട്ട് ടൂറിസ്റ്റുകളുടെ മേളിലേക്ക് കയറുമ്പോൾ അവരിൽ നിന്നും ഒരു നിശ്ചിത തുക ഈടാക്കിക്കൊണ്ട് കുപ്പി വെള്ളം കടത്തി വിടുകയും തിരികെ വരുമ്പോൾ ആ കുപ്പി തിരിച്ചു നൽകിയാൽ മാത്രം ആ തുക തിരിച്ചു കൊടുക്കുവാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാമക്കൽമേട്ടിലെത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും സമയം ചെലവഴിക്കുന്നത് കുറവൻ കുറത്തി പ്രതിമയുടെ സമീപമുള്ള പുൽമേട്ടിലും ആമക്കല്ല്, കാറ്റാടിപ്പാടം തുടങ്ങിയ പ്രദേശങ്ങളിലാണെങ്കിലും രാമക്കൽമേട്ടിലേക്ക് ട്രെക്കിംഗ് ആഗ്രഹിച്ചെത്തുന്നവരും നിരവധിയാണ്. രാമക്കല്ലിൽ തമിഴ്നാട് അധീന മേഖലയുടെ ടൂറിസം വികസനത്തിനായി വിവിധ പദ്ധതികളും തമിഴ്നാടിന്റെ പരിഗണനയിലുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കാഴ്ചയ്ക്ക് അതിമനോഹരമാണ് കണ്ണൂർ ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ 12-ാം ചാൽ പക്ഷി സങ്കേതം. ഓരോ മഴക്കാലം തീരുമ്പോഴും ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിന് ഭീഷണിയാവുകയാണ് ഒഴുകി വന്നടിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഇത്തവണ പ്രധാന ചാലിലെ ഒഴുക്ക് തടയുന്ന വിധത്തിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിറഞ്ഞു കിടക്കുകയാണ്. പ്ലാസ്റ്റിക്കിനു പുറമെ തെർമോകോൾ, ഹീറ്റ് ലോൺ, സൺപാക്ക്, റെക്സിൻ, ടയർ, കിടക്ക, തലയണ, വീട്ടുപകരണങ്ങൾ എന്നിവയൊക്കെ മാലിന്യ കൂമ്പാരത്തിലുണ്ട്. ആലക്കോട്, കാർത്തികപുരം പുഴകളുടെ കൈവഴികളിൽ നിന്നൊഴുകിയെത്തുന്നവയാണിവ. വർക്ക്ഷോപ്പുകളിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യവും ഒഴുകാതെ കെട്ടിനിൽക്കുന്നു. ഈറ്റ തഴച്ചു വളർന്നിരുന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ ചെടികളൊന്നും വളരുന്നില്ല. മഴക്കാടിനോട് സമാനമാണ് 12-ാം ചാൽ തുരുത്ത്. കൂറ്റൻ മരങ്ങളും അപൂർവ ചെടികളും പ്രത്യേകതയാണ്. 100 കണക്കിന് പക്ഷികൾ ഇവിടെ എത്തുന്നുണ്ട്. പക്ഷികളുടെ ശബ്ദവും ബഹളവും കൊണ്ട് മുഖരിതമാണ് തീരം. ശാന്തമായി ഒഴുകുന്ന പുഴയും വൻ മരങ്ങളും തുരുത്തുമാണ് പക്ഷി സാന്നിധ്യത്തിന് കാരണം. ഈ പുഴയുടെ തുടക്കം മുതലേ ഉണ്ട് വരുന്നത്. കാർത്തികപുരം, മണക്കടവ്, ഈ ഭാഗങ്ങളിൽ നിന്നും കുട്ടാവറമ്പ്, ദേറോ, ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം ആയിട്ടാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളും പ്ലാസ്റ്റിക്കും പഴയ തുണികളും എല്ലാം പുഴയിലേക്കാണ് എറിയുന്നത്. ആ പുഴയിലെ വെള്ളം മാലിന്യമാകുന്നുണ്ട്. നല്ല ശുദ്ധമായ വെള്ളമായിരുന്നു പണ്ട്, ഇപ്പോൾ അങ്ങനെ ഇല്ല, അങ്ങനെ മലിനമാകുന്നുണ്ട്. പുഴയിൽ മീനുകൾ ധാരാളമുണ്ട്. വരാൽ, മുഷി, ആരൽ എന്നിവയും 12-ാം ചാലിൽ കൂടുതലായി കാണപ്പെടുന്നു. ഉടുമ്പ്, വെരുക്, കുറുനരി, ആമ, പലതരം വവ്വാലുകൾ തുടങ്ങിയവയ്ക്കും പ്രിയപ്പെട്ട ഇടമാണിത്. വർഷങ്ങളായി പ്ലാസ്റ്റിക് മാലിന്യം വന്നടിഞ്ഞതോടെ 12-ാം ചാലിന്റെ നിലനിൽപ്പ് ഭീഷണിയിലായിട്ടുണ്ട്. ന്യൂസ് 18 ആലക്കോട്. മലപ്പുറം വളാഞ്ചേരിയിലെ നേർച്ചപ്പെട്ടി കള്ളൻ കുടുങ്ങിയത് ഒളി ക്യാമറയിൽ. കാറിലെത്തി പശ തേച്ച കമ്പി കൊണ്ട് വിദഗ്ധമായിട്ടായിരുന്നു മോഷണം. കുറ്റിപ്പുറം എടച്ചലം സ്വദേശി വരിക്കപ്പുലാക്കൽ അബ്ദുൾ റസാഖാണ് പിടിയിലായത്. ഈ മാസം 19-നാണ് കാർത്തല ചുങ്കം പുളിയമ്മാട്ട് മഖാമിലെ നേർച്ചപ്പെട്ടിയിൽ നിന്ന് പണം മോഷ്ടിച്ചത്. ഉച്ചയ്ക്ക് 12-ന് മഖാമിന്റെ പരിസരത്ത് അബ്ദുൾ റസാഖ് കാറിൽ വന്നിറങ്ങി. തുടർന്ന് കാറിൽ സൂക്ഷിച്ചിരുന്ന ചെറിയ ഇരുമ്പ് കമ്പിയിൽ പശ പുരട്ടി. ഈ കമ്പി ജുബയുടെ അടിയിൽ ഒളിപ്പിച്ച ശേഷം ഇവിടെയുണ്ടായിരുന്ന താക്കോൽ കൊണ്ട് കതക് തുറന്ന് മഖാമിന്റെ അകത്ത് പ്രവേശിച്ചു. പിന്നീട് നേർച്ചപ്പെട്ടിയിലേക്ക് കമ്പി ഇറക്കിയാണ് പണം കവർന്നത്. നേരത്തെ ഇവിടെയുണ്ടായിരുന്ന CCTV ക്യാമറ മോഷ്ടാവ് അടിച്ച് തകർത്തിരുന്നു.
ഇതേ തുടർന്ന് ജാറം കമ്മിറ്റി ഇവിടെ പുതിയ ഒളിക്യാമറ സ്ഥാപിച്ചു. ഇതാണ് കള്ളന് കെണിയായത്. മഖാം പ്രസിഡന്റ് പുലയങ്ങാട്ട് മൊയ്തീന്റെ പരാതിയിൽ കുറ്റിപ്പുറം CI കെ നൌഫലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ വീട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 തിരൂർ. ഇതോടെ രാവിലെ പൂർത്തിയാവുകയാണ്. ന്യൂസ് 18 വാർത്താ ബുള്ളറ്റിനുകൾ തുടരും. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.